നമസ്കാരം. വെടിവെപ്പും കലാപവും പ്രതീക്ഷിച്ചവർക്ക് നിരാശയുടെ മണ്ഡലകാലം. മകരസംക്രാന്തി ദർശിച്ച് സായുജ്യമടഞ്ഞ ഭക്തലക്ഷങ്ങൾക്ക് മുന്നിൽ നിരാഹാരത്തിന്റെയും നാമജപത്തിന്റെയും നാടകം കളിച്ചവർക്ക് തിരിച്ചടി. സന്നിധാനത്ത് ഭക്തജന പ്രവാഹം. യുവതികൾ കയറി അശുദ്ധമായ ശബരിമല എന്ന പ്രചരണം തള്ളി. ശുദ്ധികലശം പോലും നടത്താത്ത സന്നിധാനത്ത് അയ്യപ്പ ഭക്തർ മകരവിളക്ക് കണ്ട് മലയിറങ്ങുമ്പോൾ പൊളിയുന്നത് അയ്യപ്പന്റെ പേരിൽ കേരളത്തിൽ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ഉത്തരേന്ത്യൻ ഗോസായിമാരുടെ കൊട്ടേഷനും കൊണ്ട് ഇറങ്ങിത്തിരിച്ചവരുടെ വാദങ്ങളാണ്. പുണ്യഭൂമിയെ രാഷ്ട്രീയ അവസരവാദത്തിന് യുദ്ധഭൂമിയാക്കാൻ നോക്കിയവരുടെ തള്ളുകൾ ജനം തള്ളുമ്പോൾ അവസാന ലാപ്പിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുമുണ്ട് കളത്തിൽ. കെ സുരേന്ദ്രനും ശശികലയും എൻ രാധാകൃഷ്ണനും ശോഭാ സുരേന്ദ്രനും ഇടയ്ക്ക് കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനും അൽഫോൺസ് കണ്ണന്താനവും ഒക്കെ വെള്ളം കലക്കി മീൻ പിടിക്കാൻ നോക്കിയെങ്കിലും അയ്യപ്പൻ ആർക്കൊപ്പമെന്ന് മകരസംക്രാന്തിയിൽ തെളിയുന്നു. ശബരിമലയിൽ സുവർണ അവസരം തേടൽ രാജ്യത്തിന്റെ തന്നെ അജണ്ടയാക്കി മാറ്റാൻ ശ്രമിച്ചവർക്ക് ഭക്തർ തിരിച്ചടി നൽകുമ്പോൾ ന്യൂസ് ആൻഡ് വ്യൂസ് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ. മകരജ്യോതി ദർശിക്കാനെത്തിയ ലക്ഷങ്ങൾ ശബരിമലയിൽ സുവർണ അവസരം തേടുന്നവർക്കുള്ള മറുപടിയോ? അയ്യപ്പന്റെ പേരിൽ നടുറോഡിൽ അശാന്തി പടർത്തിയവർക്ക് ഇനിയെങ്കിലും രാഷ്ട്രീയ കളി മതിയാക്കാറായോ? യുവതികൾ ദർശിച്ച അയ്യപ്പന്റെ ചൈതന്യം കുറഞ്ഞെന്ന പ്രചരണത്തിന് വിശ്വാസികൾ മറുപടി കൊടുത്തു. മകരവിളക്ക് പ്രഭയിൽ മുങ്ങിയ സന്നിധാനവും ഇരുളടഞ്ഞ അനന്തപുരിയിലെ നിരാഹാര പന്തലും നൽകുന്ന സന്ദേശങ്ങൾ എന്ത്? വിശ്വാസത്തിന്റെ പേരിൽ കലാപത്തിന് ശ്രമിച്ചവരെ ഭക്തലക്ഷങ്ങൾ തള്ളി. ശബരിമലയിൽ ഭക്തർക്ക് സുവർണാവസരം. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ന്യൂസ് ആൻഡ് വ്യൂസിൽ ചേരുന്നത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഒപ്പം അയ്യപ്പ വിശ്വാസികളെ പ്രതിനിധീകരിച്ച് മധുസൂദനൻ എന്നിവർ. ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേളയിൽ ശ്രീ മധുസൂദനൻ, ഇന്ന് ശബരിമലയിൽ കണ്ട ഭക്തജനങ്ങളുടെ ആവേശം, ഭക്തജന പ്രവാഹം ലക്ഷങ്ങളാണ്. 10,000 എന്ന് പറയുമ്പോൾ അത് ലക്ഷത്തിനപ്പുറത്തേക്കുള്ള ഒരു വലിയ കാഴ്ചയാണ്. ഇന്ന് പതിവ് പോലെ തന്നെ മകര ജ്യോതി ദർശിക്കാൻ അവിടെ എത്തിയത്. ഈ കണ്ട കാഴ്ചകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ കാണിച്ച കാഴ്ചകളും കണ്ട കലാപത്തിന്റെ കാഴ്ചകളും ഒക്കെ തള്ളി ഭക്തജനങ്ങൾ അവിടെ എത്തുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അയ്യപ്പന്റെ ശക്തി തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അത് കൂടുതൽ കൂടുതൽ വെളിവാകുകയാണ്. അതായത് ഭക്തജനങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മാത്രമല്ല, ഭക്തജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ രാഷ്ട്രം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതും നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നാം അത് തിരിച്ചറിയുന്നുണ്ട്. അയ്യപ്പൻ്റെ പ്രതാപം, അയ്യപ്പസ്വാമിയുടെ വൈഭവം എന്ന് തന്നെ പറയണം. ലോകമാകമാനം അയ്യപ്പ വിശ്വാസി സമൂഹത്തിൻ്റെ കൂടെ, സനാതന ധർമ്മ വിശ്വാസികളുടെ കൂടെ നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ച നാം കാണുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് തന്നെയാണ് ഇന്നത്തെ നല്ല രീതിയിൽ നടന്ന മകരവിളക്ക് ഉത്സവത്തെ പറ്റിയും നാം ഇന്നത്തെ തിരക്കും ഭക്തജനങ്ങളുടെ ആവേശവും അതൊക്കെ അത് തന്നെയാണ് കാണിക്കുന്നത്. ശ്രീ മധുസൂദനൻ, അതായത് ഈ ഭക്തജനങ്ങളുടെ പേരിൽ, വിശ്വാസികളുടെ പേരിൽ ഈ ശബരിമലയിലേക്ക് ഇത്തവണ വിശ്വാസികൾ എത്തില്ല എന്നും അവരെയൊക്കെ അകറ്റുന്ന രീതിയിൽ അവിടെ ചൈതന്യം കുറഞ്ഞു എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചരണങ്ങളെ ഒന്നും വിശ്വാസികൾ കണക്കിലെടുത്തിട്ടില്ല. അവർക്ക് അയ്യപ്പനിൽ ഉള്ള വിശ്വാസം തുടരുന്നു എന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത്. അല്ല, ചൈതന്യം എന്ന് പറയുന്നത് അയ്യപ്പ വിശ്വാസികൾക്ക് ഒരു കാര്യം നമുക്ക് ചരിത്രപരമായിട്ട് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. വിശ്വാസികൾക്ക് എന്ന് മാത്രമല്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ശബരിമലയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ആദ്യമായിട്ടൊന്നും ഉണ്ടായതല്ല. ഇതിനു മുമ്പ് നിരവധി തവണ ശബരിമലയ്ക്കെതിരെ ആസൂത്രിതമായും അല്ലാതെയും ഒക്കെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വിശ്വാസി സമൂഹവും അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ അതിജീവിച്ചിട്ടുമുണ്ട്. അതുപോലെ ഈ ത്രട്ടുകളെയും നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വാസികൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നത്. അത് കോടതി വിധിയുടെ രൂപത്തിൽ വന്നതായാലും ശരി, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളതായാലും ശരി, അതൊക്കെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ആ വിശ്വാസം പൂർണ്ണമായും വിശ്വാസികൾക്കുണ്ട്. ശക്തമായ അടിയുറച്ച വിശ്വാസമാണ് അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ച് ഞങ്ങൾ എല്ലാവരും വെച്ച് പുലർത്തും. ശ്രീ മധുസൂദനൻ, അതായത് ഈ പറഞ്ഞ കൂട്ടത്തിൽ സർക്കാരിന്റെയും കോടതിയുടെയും ഭാഗത്തു നിന്ന് ചില ഭീഷണികൾ ഉണ്ടായി എന്ന് താങ്കൾ എടുത്തു പറഞ്ഞു. എന്നാൽ ഈ വിശ്വാസികൾക്ക്
അയ്യപ്പന്റെ ചൈതന്യം നിലനിർത്താൻ വേണ്ടി കലാപങ്ങൾ ഉണ്ടാക്കി ഈ രീതിയിൽ വലിയ അക്രമങ്ങളും ഒക്കെ ഉണ്ടാക്കി അയ്യപ്പനെ രക്ഷിക്കാൻ ശബരിമലയിൽ സർക്കുലർ വെച്ച് പോലും നാമജപത്തിന്റെ പ്രതിഷേധം, ലോകത്ത് റോഡിൽ ഇറങ്ങി നാമജപത്തിന്റെ പ്രതിഷേധം ഒക്കെ നടത്തിയവർക്ക് അതിന്റെ ആവശ്യമില്ല, അത് അയ്യപ്പൻ നോക്കിക്കോളും. അതായത് അങ്ങ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ മുൻപും ഭീഷണികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അയ്യപ്പൻ തന്നെയാണ് ശരിയാക്കുന്നത്. അതിനുവേണ്ടി അയ്യപ്പന്റെ പേരിലോ വിശ്വാസികളുടെ പേരിലോ മറ്റുള്ള ആരെങ്കിലും കവചം ധരിച്ച് ഈ സഞ്ചിയും തൂക്കി ആയുധങ്ങളും തൂക്കി ഇറങ്ങണ്ട എന്നല്ലേ തെളിഞ്ഞത്? ആയുധങ്ങൾ തൂക്കി ഇറങ്ങണ്ട, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ നമ്മുടേതായ കർത്തവ്യമുണ്ട്. ധർമ്മ യുദ്ധം എന്ന് പറയുന്നത് ഭക്തരും ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും മുന്നിട്ടിറങ്ങി നടത്തേണ്ടത് തന്നെയാണ്. അത് ഭഗവാൻ തന്നെ നമുക്ക് ഉപദേശിച്ചിട്ടുണ്ടല്ലോ, ഏത് രീതിയിലാണ് നാം അധർമ്മത്തിനെതിരെ പോരാടേണ്ടത് എന്നുള്ളത് ഭഗവത്ഗീതയിൽ കൃത്യമായി പറയുന്നു. അയ്യപ്പൻ്റെ ചരിത്രം തന്നെ അത് നമുക്ക് കാണിച്ചു തരുന്നുണ്ടല്ലോ. അയ്യപ്പൻ സകലമായ ജനങ്ങളെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോയല്ലേ ഉദയനൻ എന്നെ കൊള്ളക്കാരനെ അമർച്ച ചെയ്തതായിട്ട് ചരിത്രപരമായിട്ട് തന്നെ നമുക്ക് അറിയുന്നുണ്ടല്ലോ. അതിനു മുമ്പുള്ള കാലഘട്ടം എടുക്കുകയാണെങ്കിൽ മഹിഷി മർദ്ദനം നടത്തിയ മണികണ്ഠന്റെ ചരിത്രം എടുത്താലും എല്ലാ ഭക്തജനങ്ങളും എല്ലാ വിശ്വാസികളും അതിനു മുമ്പുള്ള കാലഘട്ടം, പുരാണ കാലഘട്ടങ്ങൾ എടുത്താൽ ദേവന്മാരെല്ലാം ഒത്തൊരുമിച്ച് തന്നെയാണ് അധർമ്മത്തിനെതിരെ പോരാടിയിട്ടുള്ളത്, വിജയം കൈവരിച്ചിട്ടുള്ളത്. ആ രീതിയിലുള്ള ധർമ്മമാർഗത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ഭക്തജനങ്ങൾ ഇടപെടുക തന്നെ വേണം. ആ രീതിയിലുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാവുക തന്നെ വേണം. അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധിക്കും. ശ്രീ ആനത്തലോട്ടം ആനന്ദൻ, ശ്രീ മധുസൂദനൻ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, ദേവന്മാർ ഒരുമിച്ച്, അല്ലെങ്കിൽ ദൈവത്തിനറിയാം ദൈവത്തെ നോക്കാൻ, അവർ ഒരുമിച്ചത് നോക്കിക്കൊള്ളും. അതിൽ മനുഷ്യർ ചില വിശ്വാസികളുടെ പേരിലോ ദൈവത്തിന്റെ പേരിലോ അക്രമകാരികളാകേണ്ടതില്ല. ദൈവത്തിന്റെ ചൈതന്യം വീണ്ടെടുക്കാൻ അവർ അവരുടേതായ വഴികൾ നോക്കേണ്ടതില്ല എന്നുള്ളത് തെളിയുന്നുണ്ട്. ഈ മകരസംക്രാന്തി ദിനത്തിൽ അവിടെ അയ്യപ്പ ഭക്തർ ഇങ്ങനെ പതിവ് പോലെയോ അതിനേക്കാൾ ആവേശത്തിലോ എത്തുമ്പോൾ എന്ന് പറയുന്നുണ്ടോ ശ്രീ മധുസൂദനൻ? അങ്ങനെയാണോ മനസ്സിലാകുന്നത് ശ്രീ ആനത്തലവട്ടം? ഈ അയ്യപ്പനെയും ശബരിമലയെയും തകർക്കാൻ മുമ്പും ഭീഷണി ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഭീഷണി ഉണ്ടായി. ഇപ്പോഴത്തെ ഭീഷണി സുപ്രീം കോടതിയുടെയും ഈ സംസ്ഥാന ഗവൺമെൻറ്റേയുമാണ്. ആ ഭീഷണിയൊക്കെ അതിജീവിച്ച് അയ്യപ്പൻ്റെ വിശ്വാസവും ശക്തിയും കൊണ്ട് നിലനിൽക്കുന്നുവെന്നാണ് എൻ്റെ സുഹൃത്തും മധുസൂദനും പറഞ്ഞത്. മുമ്പ് ഈ ശബരിമലയെ തകർക്കാൻ ആരുടെ ഭാഗത്തു നിന്നാണ് ഭീഷണി? അത് അദ്ദേഹം പറഞ്ഞില്ല. ഇപ്പോഴുള്ള ഭീഷണി സുപ്രീം കോടതിയും ഈ സംസ്ഥാന ഗവൺമെൻറ്റുമാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെയുള്ള ഭീഷണി അയ്യപ്പൻ്റെ നിലനിൽപ്പിനെതിരായി, വിശ്വാസത്തിനെതിരായി, മഹിമയ്ക്കെതിരായി, അല്ലെങ്കിൽ ശബരിമലയ്ക്കെതിരായി ഒരു ഭീഷണി ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി കാണാൻ കഴിയുന്ന ആളാണല്ലോ, സർവശക്തനാണല്ലോ ശബരിമല അയ്യപ്പൻ. ഈ ഭീഷണി സുപ്രീം കോടതി കൊണ്ടുവരുന്നതിനെതിരായിട്ട് എന്താണ് അയ്യപ്പൻ പ്രതികരിക്കാഞ്ഞത്? അയ്യപ്പൻ സർവശക്തനാണ്, എല്ലാം മുൻകൂട്ടി കാണുന്നതിനാണ്. എന്താണ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഇത്തരം നിലപാടിനെ മാറ്റി തീർക്കാൻ അയ്യപ്പന് സാധിക്കാതെ പോയത്? സുപ്രീം കോടതി നടപ്പാക്കാൻ ഭക്തജനങ്ങൾക്കെല്ലാം അവിടെ കയറാൻ സൗകര്യം കൊടുക്കണമെന്നുള്ള വിധി നടപ്പാക്കുന്നതിനെ സഹായിച്ച ആ സുപ്രീം കോടതിയുടെ ആക്രമണത്തെ, അയ്യപ്പൻ്റെ പ്രഭ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിന് കൂട്ടുനിന്ന സംസ്ഥാന ഗവൺമെൻറ്റിനെ എന്തുകൊണ്ടാണ് തടയാൻ സാധിക്കാതെ പോയത്? അയ്യപ്പൻ്റെ സർവശക്തനാണെങ്കിൽ, ശക്തി ഉണ്ടെങ്കിൽ. അപ്പോൾ അയ്യപ്പൻ തന്നെ ആകാംക്ഷിച്ചതാണ് എൻ്റെ മുമ്പിൽ വരുന്ന ഭക്തജനങ്ങളെ, കൂടുതൽ ഭക്തജനങ്ങൾ എൻ്റെ അടുക്കൽ വരാനുള്ള തടസ്സം നീക്കണം. 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള സ്ത്രീ ജനങ്ങളെ അയ്യപ്പൻ വെറുക്കുന്നില്ല, എൻ്റെ ഭക്തകളാണ്, അവർ വരുന്നതിന് അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. അതുകൊണ്ടല്ലേ ഈ സുപ്രീം കോടതി ജഡ്ജിമാരുടെ മനസ്സിനെ സ്വാധീനിക്കാതിരുന്ന അയ്യപ്പൻ, കേരള ഗവൺമെൻറ്റിൻ്റെ മനസ്സിനെ സ്വാധീനിക്കാതിരുന്ന അയ്യപ്പൻ, കൂടുതൽ ആളുകൾ, ജനങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ വരുന്നത് അയ്യപ്പന് സന്തോഷമല്ലേ? സന്തോഷമുള്ളത് കൊണ്ടല്ലേ അദ്ദേഹം ഇക്കാര്യത്തിൽ ഈ നിലപാട് സ്വീകരിക്കാഞ്ഞത്? ഏതെങ്കിലും ഒരു അമ്പലത്തിലോ ഏതെങ്കിലും ഒരു ദേവാലയത്തിലോ ആരും വരാതെ അവിടെ മൂകമായി കിടന്നാൽ ആ ദൈവത്തിന് ശക്തി ഉണ്ടെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? അയ്യപ്പന് ശക്തിയുണ്ട്. ശക്തിയുള്ള തെളിയിക്കുന്ന എങ്ങനെ? ജനസഞ്ചയത്തിൻ്റെ, ഭക്തജനത്തിൻ്റെ തള്ളിക്കയറ്റമാണ്. ആ ഭക്തജനങ്ങൾക്ക് തള്ളിക്കയറാൻ സഹായകമായി വിലക്കിയിരുന്ന വിലക്ക് മാറ്റിയ സുപ്രീം കോടതി വിധി അയ്യപ്പന് സഹായമല്ലേ? അവിടെ അതിന് തടസ്സം സൃഷ്ടിച്ചവരെ തടയുന്നതിന് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ച നിലപാടുകൾ അയ്യപ്പന് സഹായകമല്ലേ? ഭക്തജനങ്ങൾക്ക് സഹായമല്ലേ? അതിൻ്റെ ഫലമായിട്ടല്ലേ ഇപ്പം എന്തെല്ലാം വിലക്കുകൾ, അശുദ്ധി, അവിടെ 2 സ്ത്രീകൾ കയറിയതിൻ്റെ ഫലമായി എന്നൊക്കെ പറഞ്ഞ് പ്രചാരവേല രാജ്യവും ലോകം മുഴുവൻ നടത്തിയിട്ട് പോലും എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ എല്ലാ സംസ്ഥാനത്തും അയ്യപ്പൻ്റെ ഭക്തജനങ്ങളുണ്ടായിരിക്കുന്നു, വിശ്വാസികളുണ്ടായിരിക്കുന്നു, അവരൊക്കെ വന്നിരിക്കുന്നു. ഇവിടെ സ്ത്രീകൾ കയറിയതിൽ അവർക്കാർക്കും ഒരു മടുപ്പുമില്ല, അവർക്കാർക്കും ഒരു വിഷമവുമില്ല.
അതിൻ്റെ ഫലമായി അയ്യപ്പൻ്റെ ക്ഷേത്രം സന്നിധാനം അശുദ്ധിയായെന്നവരാരും വിശ്വസിക്കുന്നില്ല, ജനങ്ങൾ വിശ്വസിക്കുന്നില്ല, ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നില്ല. അതിൻ്റെ തള്ളിച്ചയല്ലേ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം തടസ്സങ്ങളുണ്ടായിട്ടും അവിടെ പോയാൽ ആക്രമിക്കും, ചീത്ത വിളിക്കും, അവിടെ പോയാൽ അവരുടെ മേലും തേങ്ങ എറിയും. ഇതൊക്കെ നടന്നിട്ടും ഈ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും കണ്ടിട്ടും വന്ന ഭക്തജനങ്ങളൊക്കെ പിച്ച് ചീന്തുന്ന അതെല്ലാം ടെലിവൈസ് ചെയ്ത് ടെലിവിഷനിലൂടെ ലോകം മുഴുവൻ കണ്ടിട്ടും അവിടെ വരണമെന്ന് ഭക്തജനങ്ങൾക്ക് തോന്നിയത് അയ്യപ്പനോട് ഈ ഇതൊന്നും അശുദ്ധിയും ഇതെല്ലാം ചെയ്യുന്നവരല്ല വിശ്വാസികൾ, അവരെല്ലാം അക്രമികളാണെന്ന് കേരള ഗവൺമെൻറ് പറഞ്ഞതാണ് ശരി. ഭക്തജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുകയാണ്. വരുന്ന ഭക്തജനങ്ങളൊക്കെ വന്ന് തൊഴുതിട്ട് പോകുമ്പോൾ പറയും ഞങ്ങൾക്ക് കഴിഞ്ഞ ഏത് കാലത്തേക്കാൾ ഇപ്പോൾ സുഭദ്രമായി ഇവിടെ വന്ന് സൗകര്യമായി തൊഴുതിട്ട് പോകാൻ സാധിച്ചു, പോലീസൊക്കെ ഞങ്ങളുടെ ഒരു സഹായിയായിരുന്നു, അവരുണ്ടായിരുന്നത് നന്നായി എന്ന് പറഞ്ഞിട്ട് പോകുന്ന കാഴ്ചയല്ലേ കണ്ടേ. ഇപ്പോഴും ഇവർക്ക് ആർക്കും അത് മനസ്സിലാകാത്ത എന്തെന്നാണ് എനിക്ക് പിടികിട്ടാത്തത്. തിരിച്ചു വരാം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ. ശ്രീ PM സുരേഷ് ബാബു, അപ്പോൾ സർക്കാർ അവകാശപ്പെടുന്നത് ഈ കേരളത്തിലെ സംസ്ഥാനത്തെ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന അതിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗം പറയുന്നത് അയ്യപ്പൻ ഇപ്പോൾ അവരുടെ കൂടെയാണ് എന്നാണ്. അവരുടെ വാദത്തെ ന്യായീകരിക്കുന്ന, സുപ്രീം കോടതി വിധിക്കൊപ്പം നിൽക്കുന്ന, യുവതികളോട് ഒരു പ്രതിഷേധവുമില്ലാത്ത, അവർ കയറിയതിന് ഒരു പരിഭവവുമില്ലാത്ത, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അയ്യപ്പൻ അവിടെ ചൈതന്യത്തോടുകൂടി നിൽക്കുന്നു, വലിയ ശക്തിയോടുകൂടി ഭക്തജനങ്ങൾ അതിനെ പിന്താങ്ങുന്നു എന്ന് വരുമ്പോൾ ഇവിടെ കലാപം നടത്തുന്നവർക്ക്, നിരാഹാരം കിടക്കുന്നവരുടെ പന്തലിൽ ഇരുട്ടുകൊണ്ട് അതിനെ അന്ധകാരത്തിൽ മുക്കിക്കൊണ്ട് പ്രഭ കൂടുതൽ സന്നിധാനത്താണെന്ന് തെളിയിക്കുകയാണ് അയ്യപ്പൻ എന്ന് പറയുമ്പോൾ ആരുടെ കൂടെയാണ് അപ്പോൾ അയ്യപ്പൻ? ഞാൻ ഈ ചർച്ചയിൽ പങ്കാളിയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്തോതില് ശ്രീ ആനത്തലവത്തൻ ചേട്ടൻ ഇത്രയും ഒരു മോശമായി ഈ ശബരിമല ക്ഷേത്രത്തിന്റെ സന്നിധാനത്തെയും സാധ്യതയും ഞാൻ അദ്ദേഹമായിട്ട് ഒരുപാട് ദിവസങ്ങൾ, ഒരുപാട് തവണകൾ ഈ ചർച്ചയിൽ പങ്കെടുത്തതാണ്. പക്ഷെ അങ്ങനെയൊന്നും ഒരു പരാമർശം ഇതുവരെ അദ്ദേഹത്തിന്റെ നാക്കിൽ നിന്ന് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരുതരം കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം വിഴുങ്ങിയത് കൊണ്ടുള്ള ഒരു വെല്ലുവിളി പോലെയായിട്ട് മാത്രമാണ് എനിക്കതിനെ കാണുന്നത്. ഞാൻ അതുകൊണ്ട് അതിനോട് പ്രതികരിക്കുന്നില്ല. സത്യത്തിൽ നമ്മുടെ ഇന്ന് മകരവിളക്കിന്റെ സംക്രമ ദിനവും കഴിഞ്ഞ് ഏകദേശം ഈ കാലഘട്ടത്തെ പ്രക്ഷുബ്ധാന്തരീക്ഷം കഴിഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ എല്ലാം കീഴടക്കി, എല്ലാം ഞങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നടന്നു എന്ന ഒരു ധാരണയുടെ ധാർഷ്ട്യമെന്നൊന്നും ഞാൻ പറയുന്നില്ല, എനിക്കങ്ങനെ പറയാൻ തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരുപാട് ജനങ്ങളെ വേദനിപ്പിച്ച ഒരു പരാമർശമായിട്ടാണ് ഞാൻ അതിനെ ഉൾക്കൊള്ളുന്നത്. എന്താണ് വേദനിപ്പിച്ച വാചകം? ഏതാണ് വേദന തോന്നിയ വാചകം? ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം താങ്കൾ പറഞ്ഞത് ഇതൊക്കെ അയ്യപ്പന് തന്നെ നേരിട്ട് നോക്കി കാണാൻ പറ്റുമായിരുന്നില്ലേ, അയ്യപ്പൻ സർവശക്തനല്ലേ, അയ്യപ്പനെല്ലാം മുൻകൂട്ടി കാണാൻ കഴിയുന്ന ആളല്ലേ, അദ്ദേഹത്തിന് അറിഞ്ഞുകൂടെ ഇങ്ങനെ ഒരു വിധി വരുമെന്ന്, ആ വിധി തടയാമായിരുന്നില്ലേ, ഗവൺമെന്റ് ഇങ്ങനെ ഒരു നടപടി എടുക്കുമെന്ന് ഇത് തടയാമായിരുന്നില്ലേ? അതൊക്കെ ഒരു പക്വതയുടെ ഒരു സുരേഷ് ബാബു, അത് ഒരുപക്ഷെ അങ്ങ് ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതായത് ശ്രീ ആനത്തലവട്ടം പറഞ്ഞതായി എനിക്ക് തോന്നിയത്, എനിക്ക് മനസ്സിലായത്, അയ്യപ്പൻ അതൊക്കെ കണ്ടു, അയ്യപ്പൻ അതൊക്കെ മനസ്സിലാക്കി, അതിനുശേഷം അയ്യപ്പൻ ഈ പറയുന്ന ജഡ്ജിമാർക്കൊപ്പവും സർക്കാരിനൊപ്പവും അവിടെ കയറിയ യുവതികൾക്കൊപ്പവും നിന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ അത് കാണാൻ അദ്ദേഹത്തിന് അയ്യപ്പന് സാധിച്ചില്ല എന്ന അർത്ഥത്തിലേക്കാണ് താങ്കൾ കൊണ്ടുപോകുന്നതെന്ന് തോന്നുന്നു. അങ്ങൊന്ന് വിശദമാക്കാമോ? അല്ല, ലാൽ അങ്ങനെ വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ടതുണ്ടല്ലോ. അത് താങ്കളുടെ ചുമതലയും ഉത്തരവാദിത്വവും മനസ്സിലായത് ഞാൻ പറഞ്ഞതാണ് സർ. അതല്ല, അത് അങ്ങനെ കാണുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ഞാൻ ഈ ഒരു നിലവാരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് ബുദ്ധിമുട്ട് എനിക്കുണ്ട്. കാര്യം എന്താ വെച്ചാൽ അതൊരു സാങ്ക്ടോറിയത്തിന്റെ പവിത്രതയെ കുറിച്ച് ഞാൻ ഇതിനകത്ത് ആനത്തലവട്ടം ചേട്ടന്റെ ആശയത്തിനോടുള്ള കമ്മിറ്റ്മെന്റിനെയോ പ്രതിബദ്ധതയോ ചോദ്യം ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അദ്ദേഹം അത് പറയുകയും വേണം. പക്ഷെ നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റും CPM-ഉം എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനത്തിന് വിരുദ്ധമായി ട്ടുള്ള പരസ്യമായ സമീപനത്തിന് വിരുദ്ധമായിട്ട്, പരസ്യമായ
സമീപനത്തിന് വിരുദ്ധമായിട്ടാണ് ശ്രീ സുരേഷ് ബാബു, എനിക്ക് അപ്പോൾ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ തന്നെ അത് തിരുത്തട്ടെ, അത് അദ്ദേഹം വിശദമാക്കട്ടെ. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ശ്രീ സുരേഷ് ബാബുവിനോട് ചോദിക്കാനുള്ളത്, ഇനി ഒരു വാദത്തിന് വേണ്ടി ശ്രീ ആനത്തലവട്ടം ആനന്ദൻ പറയുന്നത് ഈ ശക്തി ഒന്നും അവിടെ ഇതൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല, ശക്തിയൊന്നും ഉണ്ടായില്ല എന്നാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചതെങ്കിൽ, ഇന്നത്തെ മകരസംക്രാന്തി ദിനത്തിൽ അങ്ങ് പറയാൻ ഉദ്ദേശിക്കുന്നത് അയ്യപ്പന് വലിയ ശക്തിയുണ്ട്, അയ്യപ്പൻ ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട്, അയ്യപ്പന് ഇതിനൊക്കെ നോക്കാൻ അറിയാം, അയ്യപ്പൻ ഭക്തരുടെ കൂടെയാണെന്നാണല്ലോ. അപ്പോഴും സംഭവിച്ചത് എന്താണ്? ഈ ശബരിമലയിൽ ആളുകൾ കയറിയിരിക്കുന്നു, ഇത്രയധികം ഭക്തജനങ്ങൾ ഉണ്ടായിരിക്കുന്നു, ഈ യുവതികൾ അവിടെ കയറിയെടുത്ത് തന്ത്രി മറ്റൊരു പരിപാടിയിലേക്കും പോയിട്ടില്ല, ആ യുവതികളോടൊപ്പം അയ്യപ്പൻ നിന്നിരിക്കുന്നു, അങ്ങ് പറയുന്ന ശക്തിയുള്ള അയ്യപ്പനോടൊപ്പം ഞാനും നിൽക്കുന്നു. ആനത്തലവട്ടം ഉണ്ടെന്നുള്ളത് അദ്ദേഹം ഒന്നുകൂടെ വിശദമാക്കട്ടെ. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോഴും അയ്യപ്പൻ ആരുടെ കൂടെയാണ്? ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ലെവലിലേക്ക് അത് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊരു ടെമ്പിൾ സാങ്ക്ടമില് അതിന് നടത്തേണ്ടുന്ന കാര്യങ്ങൾ, അത് ആരുടെ കൂടെ എന്തിന്റെ കൂടെ എന്നൊക്കെ, ഞങ്ങളൊക്കെ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് ഓരോരോ കുട്ടികളെയൊക്കെ പേര് വിളിച്ചിട്ട് ഇവരാരുടെ കൂടെ എന്ന് മുദ്രാവാക്യം വിളിച്ച കാലമൊക്കെ ഓർമ്മയുണ്ട്. അതുപോലെ നമുക്ക് അയ്യപ്പ സ്വാമിയെ കുറിച്ച് നമ്മളൊരു ചർച്ചയ്ക്ക് വേണ്ട. ഇവിടെ ഉള്ള ഉദ്ദേശം എന്താ? ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഒത്തു ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അവിടെ നടന്നത്. ഞാൻ വിശ്വസിക്കുന്നത് ആചാരാനുഷ്ഠാനങ്ങളെ എതിരായ സുപ്രീം കോടതി വിധിയുടെ മറവിൽ ഗവൺമെന്റ് ശ്രമിച്ച എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട് അവിടെ ഇപ്പൊ ഈ പറഞ്ഞ ദശലക്ഷക്കണക്കിനോ അല്ലെങ്കിൽ കോടിക്കണക്കിനോ ജനങ്ങളുടെ പെരുന്നാളത്ത് ഇത്രയൊക്കെ സംരക്ഷണം കൊടുക്കാൻ തയ്യാറായിട്ട് ആകെ തർക്കത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോലും 4 or 11 പെണ്ണുങ്ങളാണ്, ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ് അവിടെ കയറിപ്പോയത് എന്നാണല്ലോ ഗവൺമെന്റിന്റെ വാദം. അങ്ങനെ ആയിരിക്കാൻ പാടില്ലല്ലോ. ഒരു ടോട്ടൽ അബ്സർജ് ഈ വിഭാഗത്തിൽപ്പെട്ട 10 to 50 ജനവിഭാഗത്തിന്, വനിതാ വിഭാഗത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു റഷ് അവിടെ ഉണ്ടാകേണ്ടായിരുന്നില്ലേ? അതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ അതിനർത്ഥം എന്താന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി വിധിക്കൊപ്പമാണ് ഗവൺമെന്റിന്റെ നടപ്പാക്കൽ എന്ന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വളരെ ആലോചിച്ച് വളരെ വ്യക്തമായ ധാരണയോടുകൂടി പോലീസിനെയും സംവിധാനത്തെയും ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പരിശ്രമത്തിൽ അപ്പോ അതിന്റെ മറുഭാഗത്തേക്ക് പോകുന്നതിന് മുൻപ് ഒരു ചോദ്യം കൂടി അങ്ങയോട് തന്നെ ചോദിക്കുകയാണ്. ഇപ്പോൾ ശ്രീ മധുസൂദനൻ ഈ ഭക്തജനങ്ങളുടെ ഭാഗമായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാണ്. ഈ കാര്യത്തിൽ BJP ഒക്കെ ഒരു നിലപാടെടുത്ത് നാമജപം നടത്തി, നിരാഹാരം കിടന്ന് അക്രമങ്ങളും കലാപവും നടത്തി മുന്നോട്ട് പോയപ്പോ അതിനെ തങ്ങൾക്കൊപ്പം അവരുണ്ട് എന്ന് വിശ്വസിച്ചു പോകുന്ന ഒരാൾ കൂടിയാണ് ശ്രീ മധുസൂദനൻ എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ചർച്ചയിൽ സർക്കാരും കോടതിയും വിമർശനത്തിന് വിധേയമാക്കുമ്പോൾ മറ്റേ ഭാഗത്തെ അദ്ദേഹം തൊടാതിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം അതിലേക്ക് വരട്ടെ. പക്ഷേ അങ്ങനെയുള്ള മധുസൂദനൻ പറഞ്ഞതുപോലെയുള്ള അയ്യപ്പനെ രക്ഷിക്കാൻ ചിലരൊക്കെ ഇറങ്ങേണ്ടതുണ്ട്, അങ്ങനെ ഇറങ്ങിയാലേ രക്ഷിക്കാൻ സാധിക്കൂ അയ്യപ്പനെ എന്നുള്ളത് ഇവിടെ തെളിയുന്നുണ്ടോ? അത് വേണമെന്നാണോ ശ്രീ PM സുരേഷ് ബാബു പറയുന്നത്? അയ്യപ്പനെ രക്ഷിക്കാൻ ഇതുപോലെയുള്ള കലാപങ്ങളുമായി ആളുകൾ ഇറങ്ങേണ്ടതുണ്ട് എന്ന് ശ്രീ മധുസൂദൻ പറയുന്നത് ഞാൻ കേട്ടു. എനിക്ക് ആ ഒരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അയ്യപ്പനെ രക്ഷിക്കാനാണ് ഇവിടെ ഇറങ്ങിത്തിരിച്ചത് എന്ന് ഉള്ളൊരു ധാരണ എനിക്കില്ല. അയ്യപ്പന്റെ രക്ഷകരായി BJPയും RSSും വരേണ്ടതൊന്നുമില്ല. പക്ഷേ അത്തരം അയ്യപ്പ ക്ഷേത്രത്തിലെ, ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ നിഖനിക്കപ്പെടുന്നു എന്ന് കാണുമ്പോൾ പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം ജനങ്ങൾക്കുണ്ട്. ആ പ്രതിഷേധമാണ് അത് അതിര് കടന്നുപോയതും അത് പ്രക്ഷോഭകരമായതും ഒക്കെ ഉള്ളത് തെറ്റാണ്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ അതല്ലാത്തൊരു പ്രതിഷേധം ഏതാണ് അങ്ങ് ചൂണ്ടിക്കാട്ടുന്നത്? ഈ പ്രതിഷേധം BJP നടത്തിയത്, ശബരിമല കർമ്മസമിതി നടത്തിയത്, നാമജപം എന്ന പേരിൽ റോഡിൽ നടത്തിയത്, ഈ പോലീസുകാരെ തടഞ്ഞത്, ഈ മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ചത്, ഈ വിശ്വാസിയായ സ്ത്രീയെ പ്രായം തെറ്റിദ്ധരിച്ച് തേങ്ങയെടുത്തെറിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചത്, ഈ പറഞ്ഞതൊക്കെ അന്ന് പോലും ചിത്തിരാട്ട വിശേഷ ദിവസം ഈ സന്നിധാനത്ത് ഉണ്ടായിരുന്ന ദിവസം അവിടെ നടന്ന സംഭവങ്ങൾ, ഇതൊക്കെ ഇതിലേതാണ് ന്യായീകരിക്കാൻ സാധിക്കുക? ഒന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. ഒരു വസ്തുവും എന്റെ ന്യായീകരണം അക്കാര്യത്തിൽ ഇല്ല. പക്ഷേ ഞാൻ പൊതു തത്വം പറഞ്ഞതാണ്. BJPക്കാർ ചെയ്ത കാര്യങ്ങൾ ശരിയാണ് എന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഒരു കാര്യത്തിനോടും എനിക്ക് അക്കാര്യങ്ങളിലോട് യോജിപ്പില്ല. ഞാൻ പറയുന്ന ഒറ്റ കാര്യം, അയ്യപ്പനെ രക്ഷിക്കാൻ എന്നുള്ള നിലയ്ക്കല്ല അവര് അത് ചെയ്തിട്ടുണ്ടാവുക.
അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് പ്രതിഷേധിക്കാനുണ്ട്. അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ വളരെ വ്യക്തമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു, സംഭവിച്ചിട്ടുണ്ട് എന്നത് നിലക്ക് മാത്രം അദ്ദേഹം സമ്മതിച്ചതുമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല, അതിനോടൊന്നും എന്റെ യോജിപ്പില്ല. പക്ഷേ ഈ കാര്യത്തിൽ എങ്ങനെ ഒരു കാര്യങ്ങൾ നടക്കണം എന്നുള്ളത്. പക്ഷെ അങ്ങയുടെ മുഖത്ത് ഇന്നൊരു നിരാശയുണ്ട്, ഒരു സന്തോഷമില്ല. ഇന്നിപ്പോ ഈ മകരസംക്രാന്തി ദിനത്തിൽ ഇത്രയധികം ഭക്തർ അവിടെ എത്തിയതിന്റെ സന്തോഷം, മകരജ്യോതി കണ്ടതിന്റെ ഒരു തെളിച്ച അങ്ങയുടെ മുഖത്ത് കാണാനില്ല. ശ്രീ ആനത്തലവട്ടത്തിന്റെ മുഖത്ത് നല്ലവണ്ണം ഉണ്ട് താനും. അതാണ് ഞാൻ താങ്കളിലേക്ക് ഈ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചത്. ഞാൻ അങ്ങനെയൊക്കെ തിരിച്ചു വരാം. ശ്രീ സുരേഷ് ബാബു, കടുത്ത ജലദോഷവും നേരിയ പനിയും കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ലാല് വിളിച്ചു എന്ന ഒരു ബഹുമാനാർത്ഥമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ തിരിച്ചു വരാം. ഒരുപക്ഷെ അതിനിടയിലും അങ്ങ് വന്നത് അങ്ങയുടെ സ്വാഭാവികമായ പ്രസന്നതയുണ്ട് മുഖത്ത്, പക്ഷെ എന്തോ ശബ്ദത്തിൽ അത് വാക്കുകളിൽ കണ്ടില്ല എന്ന് മാത്രമേ സൂചിപ്പിച്ചുള്ളൂ. ഞാൻ വരാം. ശ്രീ മധുസൂദനിലേക്കും പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം ശ്രീ ആനത്തലവട്ടത്തിലേക്ക് ചോദിക്കേണ്ടതുണ്ട്. കാരണം ഒരു തെറ്റിദ്ധാരണാജനകമായിട്ടാണെന്ന് എനിക്ക് തോന്നിയ ഒരു പരാമർശം ശ്രീ PM സുരേഷ് ബാബുവിൽ നിന്ന് വന്നത് തിരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ ശ്രീ ആനത്തലവട്ടം? അല്ല, ഞാൻ ഒരു തരത്തിലും ശബരിമലയുടെ പ്രാധാന്യതോ അയ്യപ്പൻ്റെ വിശ്വാസികളെ പ്രകൽപ്പിക്കുന്ന ഒരു പരാമർശവും മനസ്സാവാച ഞാൻ ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു കാര്യമാണ് സുരേഷ് ബാബുവിനോട് ചുമലിൽ വെച്ച് കെട്ടുന്നത്. ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യം തന്നെയാണ്. ശ്രീ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത് അവിടുത്തെ ഭക്തജനങ്ങളുടെ തള്ളിക്കയറ്റം കൊണ്ടാണ്. കേരളത്തിലും ഇന്ത്യയിലും ലോകത്തുള്ള മധുസൂദനൻ പറഞ്ഞു, ഭക്തജനങ്ങൾ അയ്യപ്പൻ്റെ പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണ്, വിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ്, ലോകത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഞാനതിനെ ശരിവയ്ക്കുകയാണ് ചെയ്തത്. അവിടെ ഈ പറയുന്ന തടസ്സവാദങ്ങളൊക്കെ ഉണ്ടാക്കിയവരുടെ കൂടെ അല്ല അയ്യപ്പൻ സുപ്രീം കോടതിയുടെ കൂടെയാണ്, കേരള ഗവൺമെൻറ്റിൻ്റെ കൂടെയാണ്. ആ നടപടികളെ ശരിവയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ പോയി ഭക്തന എന്താ ഇപ്പോൾ എൻ്റെ സുഹൃത്ത് സുരേഷ് ബാബു മുമ്പ് ഒരിക്കലും അങ്ങനെ പറയാത്തതാണ്. ഇപ്പം എങ്ങനെ പറഞ്ഞെന്ന് അറിഞ്ഞില്ല. സുപ്രീം കോടതിയുടെ മുമ്പിൽ ഒരു ചോദ്യം വന്നു, ഈ ആചാര വിശ്വാസങ്ങളുടെ ധാർമ്മികതയാണോ അതല്ല നിയമത്തിൻ്റെയും ഭരണഘടനയുടെയും ധാർമ്മികതയാണോ പ്രസക്തം? ഞങ്ങൾ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ധാർമ്മികതയല്ല പരിഗണിക്കുന്നത്, ഭരണഘടനയും നീതിയും അതിൻ്റെ നിയമവ്യവസ്ഥൻ്റെയും അതിലുള്ള ധാർമ്മികതയാണ്. സാഹോദര്യം, സമത്വം, സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നൽകുന്നതാണ്. ആ സാഹോദര്യവും സമത്വവും സ്വാതന്ത്ര്യവും എൻ്റെ സ്നേഹിതൻ ശ്രീ സുരേഷ് ബാബു ഓർക്കുന്നില്ലേ? അത് അനുശാസിക്കുന്ന ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന തുല്യത, സ്വാതന്ത്ര്യം, അതിനെയാണ് ഞങ്ങൾ ഈ സുപ്രീം കോടതി വിധിയിൽ കോട്ട് ചെയ്തത്. അതിനെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ നോക്കുമോ? എനിക്ക് മിസ്റ്റർ സുരേഷ് ബാബുവിനും BJPക്ക് അംഗീകരിക്കേണ്ട, RSS അംഗീകരിക്കേണ്ട, അവർ ഈ ഭരണഘടന തന്നെ ചൂട്ടുകരിക്കണം, അതിൽ പറഞ്ഞിരിക്കുന്ന മതേതരത്വം എടുത്തു കളയണം, അതാണ് ഈ രാജ്യത്ത് മുഴുവൻ കുഴപ്പമുണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുന്നവരോടൊപ്പം നമുക്ക് നിൽക്കാൻ നോക്കുമോ? ഞാൻ നിൽക്കില്ല. സുരേഷ് ബാബു അങ്ങനെ നിൽക്കാൻ ചിന്തിച്ചൊന്നും അറിഞ്ഞില്ല. ഞാനതുകൊണ്ട് ശബരിമലയിൽ ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ഭക്തന്മാരുടെ എണ്ണം കുറഞ്ഞോന്നല്ല, കൂടുകയാണ്. അത് മിസ്റ്റർ മധുസൂദനന് സംഭവിച്ചു. അത് ശബരിമല അയ്യപ്പൻ്റെ ശക്തി തന്നെയാണ്, അവിടുത്തെ പവിത്രത തന്നെയാണ്. ആ പവിത്രതയെയും ശക്തിയെയും കളങ്കപ്പെടുത്തുന്നവരുടെ കൂടെ അല്ല അയ്യപ്പൻ. സുപ്രീം കോടതി വിധിയുടെയും അത് നടപ്പാക്കാൻ പരിശ്രമിച്ച ഗവൺമെന്റും കൂടെയാണ് അയ്യപ്പൻ എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ മധുസൂദൻ, ഈ കാര്യത്തിലാണ് മിസ്റ്റർ സുരേഷ് ബാബു കാര്യത്തെ അങ്ങനെ വിലയിരുത്തിയത്. തീർച്ചയായും ശ്രീ സുരേഷ് ബാബുവിന് മറുപടി പറയാനുള്ള അവസരം തരാം. പക്ഷെ അതിനു മുമ്പ് ശ്രീ മധുസൂദനൻ, ഈ കാര്യത്തിൽ ശ്രീ ആനത്തലവട്ടം താങ്കൾ പറഞ്ഞതിന് ശരിവെച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ അയ്യപ്പൻ സാക്ഷ്യപ്പെടുത്തുന്നതായി മനസ്സിലാക്കുന്ന ഒരു പരാമർശം വരുന്നത് ലിംഗനീതിക്കൊപ്പം കൂടിയാണ് അയ്യപ്പൻ എന്ന, ഇന്ത്യൻ ഭരണഘടനയ്ക്കൊപ്പമാണ് അയ്യപ്പൻ എന്ന് പറയുന്നിടത്തേക്കാണ്. അത് ഒരു തരത്തിൽ രാജ്യസ്നേഹികളായ അയ്യപ്പ ഭക്തന്മാർ അംഗീകരിക്കുകയല്ലേ? അവിടെ ഒന്നും നമുക്ക് ഒരു തർക്കവും ഇല്ല. ഇന്ത്യൻ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കേണ്ടത് തന്നെയാണ് എന്ന് ആദ്യം മുതലേ ഭക്തജനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ദുർവ്യാഖ്യാനമാണ് ഇവിടെ നടന്നത്. ആർട്ടിക്കിൾ 14 ദുർവ്യാഖ്യാനം. ഇവിടെ അസമത്വം ഇല്ലല്ലോ.
ആനത്തലോട്ടം സാർ ഒരു കാര്യം ചിന്തിച്ചു നോക്കൂ. അസമത്വം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെക്സിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുമ്പോഴാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അവിടെ വരുന്നത്. ഇവിടെ പ്രായ നിയന്ത്രണം മാത്രമാണ്. പ്ലീസ് ഞാൻ പറഞ്ഞോട്ടെ, പ്രായ നിയന്ത്രണം മാത്രമാണ്. ഇത് ദുർവ്യാഖ്യാനം. അങ്ങേക്ക് പറയാം, അങ്ങേക്ക് അതിനെ തുടരാം. ഞാൻ അങ്ങയോട് ഓർമ്മിപ്പിക്കുന്നത്, നമ്മുടെ ഇന്നത്തെ പല ദിവസവും നമ്മൾ ഈ കാര്യത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ കോടതി വിധിയുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചർച്ച ചെയ്യാൻ ഇനിയും വരുന്നുണ്ട് ദിവസം. പക്ഷെ ഇന്നത്തെ ദിവസത്തിൽ ശ്രീ ആനത്തലവട്ടം പറയുന്നത്, ഒരു മിനിറ്റ് അങ്ങ് കേൾക്കൂ. ഈ പറയുന്ന കാര്യത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശബരിമലയിൽ ഈ വടിവാളും അല്ലെങ്കിൽ ബോംബും ഒക്കെ നാട്ടിൽ ഒരുപാട് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഈ വിഷയത്തിൽ നമ്മൾ കണ്ടല്ലോ. ആ കാര്യങ്ങളുമായി ഇറങ്ങി തിരിച്ച് നാമജപം നടത്തി ഈ വിശ്വാസികളെ സംരക്ഷിക്കാൻ നിന്നവരുടെ ആ വഴി ശരിയല്ല എന്ന് അയ്യപ്പൻ ഓർമ്മിപ്പിച്ചു എന്നതാണ്. ആ കാര്യത്തിൽ നിങ്ങൾ ആരുടെ ഭാഗത്താണ്? തീർച്ചയായിട്ടും അക്രമത്തിന്റെ പാത ആരും എടുക്കരുത്. ഈ അക്രമം എന്ന് പറയുന്നത് ഒരു പക്ഷത്ത് നിന്ന് മാത്രം ഉണ്ടായതല്ലല്ലോ, പല പക്ഷത്തു നിന്നുണ്ടായില്ലേ? ആദ്യം മുതലേ നമ്മൾ അതല്ലേ പറയുന്നത്. സർക്കാരിന്റെ തെറ്റായ നയം കാരണം സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടി. അതിൽ രാഷ്ട്രീയമില്ല. സാമൂഹ്യ വിരുദ്ധർ എല്ലാ പാർട്ടിയിലെ സാമൂഹ്യ വിരുദ്ധരും അഴിഞ്ഞാടിയിട്ടുണ്ട്. പേരാമ്പ്ര പള്ളിയിലെ ആക്രമണം ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണ്? മീഡിയ പ്രവർത്തകരെ കാവിമുണ്ട് കൊടുത്ത് ആക്രമിച്ചത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലെയാണ്? അതുപോലെ എല്ലാ വിഭാഗത്തിൽ നിന്നും സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടിയിട്ടുണ്ടാവും. അവരെയൊക്കെ നിലയ്ക്ക് നിർത്തേണ്ട ബാധ്യത ഗവൺമെന്റിനുണ്ട്. ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു വാദം താങ്കൾ നടത്തുമ്പോൾ അത് RSSന്റെയും BJPയുടെയും വാദത്തിൽ ഒരു വിശ്വാസി ഇങ്ങനെ കടന്നു കയറി പറയുന്നത് പോലെ തോന്നുന്നു. ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് അയ്യപ്പൻ ആരുടെ കൂടെ എന്നുള്ള കാര്യത്തിൽ അയ്യപ്പൻ ഈ പറയുന്ന കാര്യത്തിൽ തുല്യമായിട്ടാണ് ഈ ആക്രമിക്കുന്നവരെ എല്ലാവരെയും തുല്യമായിട്ടാണ്. അതിൽ ചില അക്രമികാരികൾക്ക് ഒരു ന്യായം കൊടുക്കാനുണ്ട്. മധുസൂദനൻ, ഒരു മിനിറ്റ്. നാമജപത്തിന്റെയും ഈ അക്രമത്തിന്റെയും പാതയിലൂടെ വലിയ ശക്തി ഉപയോഗിച്ച് അയ്യപ്പനെ രക്ഷിക്കാൻ വന്ന ചില കൂട്ടർക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നും സുവർണാവസരം കേരളത്തിൽ ഇതാണ്, ശബരിമലയാണ് എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ആ പറഞ്ഞ ആളുകളെ കൂടി അവർക്കൊരു ന്യായമുണ്ട് എന്ന് പറയാൻ കൂടി വിശ്വാസികളെ ഉടുപ്പിട്ട് മധുസൂദനൻ വന്ന് പറയുമ്പോൾ അങ്ങയോട് വിയോജിക്കേണ്ടി വരും. പ്ലീസ് കുറെ കാര്യങ്ങൾ എന്നെ പരാമർശിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് എനിക്ക് ഉത്തരം തന്നേ പറ്റൂ. ഞാൻ പറയാം പ്ലീസ്. അതായത് രാഷ്ട്രീയം എന്ന് പറയുന്നതിൽ പല ഉദ്ദേശ ലക്ഷ്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ഉണ്ടാവും. അത് ഭക്തജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം, പൊതുസമൂഹത്തിന് നന്നായിട്ട് അറിയാം. സൂര്യൻ ഉദിക്കുന്നു എന്നുള്ളത് 5 മണിക്ക് കാണുമ്പോൾ തന്നെ തിരിച്ചറിയുന്നവർ ബുദ്ധിമാന്മാർ. ഒക്ടോബർ 2-ാം തീയതി ഈ പ്രകടനങ്ങളും ഈ പ്രതിഷേധങ്ങളും നാമജപയാത്രയൊക്കെ നടത്തുമ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഭക്തജനങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്? ആരുമില്ലായിരുന്നു. ശ്രീ രാഹുൽ ഈശ്വർ, ഞങ്ങളെ പോലെയുള്ള പീപ്പിൾ ഫോർ ധർമ്മ, അതുപോലെയുള്ള ഭക്തജനങ്ങൾ, പ്രയാർ ഗോപാലകൃഷ്ണൻ സാറ്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരുന്നല്ലോ ഒക്ടോബർ 2-ാം തീയതി ലക്ഷങ്ങൾ പങ്കെടുത്ത പന്തളം രാജകൊട്ടാരത്തിന്റെ ആഹ്വാനം അനുസരിച്ച് പന്തളത്ത് നടന്ന നാമജപയാത്രയിൽ പങ്കെടുത്തത്. അതിനുശേഷം സാർ തിരിച്ചറിയുന്നു, രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിയുന്നു, പിന്തുണയുമായി വരുന്നു. ആദ്യം രാഹുൽ ഗാന്ധി എതിർത്തു, ഞങ്ങൾ പ്രതിഷേധിച്ചു. ഇന്ന് രാഹുൽ ഗാന്ധി അനുകൂലിക്കുന്നു. ഞങ്ങൾ എന്ത് ചെയ്യണം? രാഹുൽ ഗാന്ധിയെ ഞങ്ങൾ കല്ലെറിയണം. ഇന്ന് പറയേണ്ട ചില കാര്യങ്ങൾ വിഴുങ്ങിയാണ് പറയുന്നത്. ശ്രീ മധുസൂദനൻ, ഒക്ടോബർ 2-ന്, അതായത് സെപ്റ്റംബർ 28 കഴിഞ്ഞുള്ള 7 ദിവസങ്ങളിൽ ഈ സംസ്ഥാനത്ത് നടന്ന മാധ്യമ ചർച്ചകളിലൊക്കെ BJP നേതാക്കളും അങ്ങ് പറയുന്ന ഈ ആളുകളൊക്കെ വന്നിരുന്ന് പറഞ്ഞത് ഇത് രാജ്യത്തിന്റെ നിയമമാണ്, ഇത് സുപ്രീം കോടതി വിധി എല്ലാവരും അംഗീകരിക്കേണ്ടതാണെന്നാണ്, നിങ്ങൾക്ക് പിന്തുണ കിട്ടിയില്ല എന്നാണ്. അത് കഴിഞ്ഞ് അവർ പറയുന്നത് എന്താണ്? ഒക്ടോബർ 2-നും 5-നും 7-നും 9-നും നിലപാട് മാറ്റി മാറ്റി പറയുന്നത് എന്താണ് സർ? ഇവിടെ എന്താണ് സംസ്ഥാനത്ത് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനുള്ള ഒരു നല്ല അവസരം വന്നിരിക്കുന്നു. അതിന് ശബരിമലയിൽ എപ്പോഴും സംഘർഷാവസ്ഥ ഉണ്ടാകണം എന്ന് ആരാണ് വാദിച്ചത് എന്നുള്ളത് നിങ്ങൾ എന്തുകൊണ്ടാണ് തുറന്നു പറയാത്തത്? അതൊന്നും സംഘർഷാവസ്ഥ ഉണ്ടാക്കണമെന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പറഞ്ഞതായിട്ട് വ്യക്തമായിട്ടൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശക്തമായിട്ട് അതിനെ അപലപിക്കുന്നു. അതിന്റെ കൂടെ ഞങ്ങൾ അങ്ങനെ ഒരു ഔദാര്യം വേണ്ട. അങ്ങനെ നിങ്ങളുടെ ഔദാര്യം ഈ രാജ്യത്തെ ഭരണഘടനയെ മാനിക്കുന്നവർക്ക് വേണ്ട, അയ്യപ്പ ഭക്തർക്ക് വേണ്ട. നിങ്ങളുടെ ഔദാര്യം വേണ്ട എന്ന് ഇന്ന് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ അവിടെ തെളിയിച്ചു. നിങ്ങളുടെ ഔദാര്യം വേണ്ട. ഒറ്റ ചോദ്യം, നിങ്ങൾ ഈ ചർച്ചകളിൽ വരുമ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരം മധുസൂദനൻ, ഒരു ചോദ്യമുണ്ട് ഇവിടെ. ഈ ചോദ്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ ലാഭവും
ഇവിടെ സുവർണാവസരവും തേടുന്നവർ കയ്യിൽ ആയുധമെടുത്ത് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ശാന്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ നിരാഹാരം അങ്ങ് അറ്റം വരെ കിടക്കും, ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് പുല്ല് പോലും കിളിർക്കാതെ അവിടെ ഓടിപ്പോകുന്ന ആളുകളെ കണ്ടിട്ട് നിങ്ങൾ ഒന്നും പറയാതെ അവരോടൊപ്പം നിൽക്കുന്നത് എന്നത് നിങ്ങളുടെ രാഷ്ട്രീയം കൂടി തെളിയിക്കുന്നതാണ്. വിശ്വാസികളുടെ പേരിൽ മാധ്യമ ചർച്ചയ്ക്കൊക്കെ എത്തി നിങ്ങൾ വരുമ്പോൾ അവിടെ വിശ്വാസികൾ മകരസംക്രാന്തി തൊഴാൻ നല്ലവണ്ണം തള്ളുകൂടുകയാണ്. ഞാനും മാലയിട്ടിട്ടാണ് ഇരിക്കുന്നത്, ഞാനും മകരസംക്രാന്തി കഴിഞ്ഞതാണ് പറയുമ്പോൾ അങ്ങനത്തെ ഈ പറയുന്ന ഭാഷയ്ക്ക് കൂടി അങ്ങ് വ്യക്തത തരണം. എന്തുകൊണ്ട് നിങ്ങൾ എതിർക്കുന്നില്ല? ശബരിമലയ്ക്ക് പോകരുതെന്നൊന്നും ഇവിടെ ആരും പ്രചരിപ്പിച്ചിട്ടില്ല. അയ്യപ്പ വിശ്വാസം വേണ്ടാന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അയ്യപ്പ ഘോഷങ്ങളാണ് നാട് മുഴുവൻ ഉയർന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത് പറഞ്ഞത് അയ്യപ്പ ക്ഷേത്ര സംരക്ഷണം വേണമെന്നാണ് പറഞ്ഞത്. അയ്യപ്പ വിശ്വാസികളായ പലരും വന്ന് ചർച്ചകളിൽ പറഞ്ഞത് നാട്ടിൽ ഈ ശരണം വിളികൾ ഈ നാമജപമായി കേൾക്കുമ്പോ, അതായത് മുദ്രാവാക്യം വിളിയുടെ സ്ഥാനത്ത് അത് ചെയ്തുകൊണ്ടിരുന്നവർ അയ്യപ്പ ശരണം വിളിച്ച് അതിനെ വല്ലാതെ അപഹസിക്കുന്നത് കാണുമ്പോൾ വല്ലാതെ വെറുപ്പ് തോന്നുന്നു എന്നാണ്. അവർക്ക് അങ്ങ് പറഞ്ഞതുപോലെ ഇതെല്ലാം അയ്യപ്പന്റെ പ്രചാരം വർദ്ധിപ്പിക്കുന്നതാണ്, എല്ലാവരും അയ്യപ്പന്റെ പേരാണല്ലോ പറയുന്നത് എന്ന തോന്നലല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അവിടെ യുവതി കയറിയ ദിവസം അന്നവർ നാമജപം നിർത്തി പിണറായി വിജയനെ പല നാമങ്ങൾ വിളിക്കുന്നതാണ് നമ്മൾ കേട്ടത്. അപ്പൊ ഇവരുടെ മനസ്സിന്റെ ഉള്ളിൽ നാമം അല്ലായിരുന്നു, അയ്യപ്പന്റെ നാമം അല്ലായിരുന്നു സാർ. മനസ്സിന്റെ ഉള്ളിൽ തികട്ടി നിന്നതൊക്കെ പുറത്തേക്ക് വന്നത് നമ്മൾ കേട്ടതാണല്ലോ. അതൊന്നും നിങ്ങൾ കണ്ടില്ല എന്ന് പോകുന്നിടത്താണ് ഈ ചോദ്യം നിങ്ങളോട് ഉയരുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് തിരിച്ചു വരാം. PM സുരേഷ് ബാബു, അപ്പോൾ ഈ കാര്യത്തിൽ നിങ്ങൾ നിലപാടുകൾ മറ്റുള്ള ആളുകൾ BJP-ക്കാരൊക്കെ നിലപാട് മാറ്റി എന്നും അവരൊക്കെ ഈ അക്രമത്തിന്റെ പാതയാണ് എന്നൊക്കെ പറയുമ്പോൾ അക്രമത്തിന്റെ പാതയെ പിന്തുണയ്ക്കുന്ന നിലപാടുകൾ തന്നെയാണ് നിങ്ങൾ എടുത്തത് എന്നതും ഇപ്പോൾ ചർച്ചയിൽ വരുന്നുണ്ട്. നിങ്ങളുടെ നിലപാടിനെ ന്യായീകരിക്കാൻ ഇന്ന് അവിടെ കണ്ട അയ്യപ്പ ഭക്തർക്ക് സാധിക്കില്ല. കാരണം രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞ നിലപാട് പിന്നീട് മാറ്റിയതായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അത് നിങ്ങൾ വ്യക്തമാക്കണം. പക്ഷെ ഇപ്പോഴും രാഹുൽ ഗാന്ധി സ്ത്രീകൾക്കൊപ്പം തന്നെയാണ്, യുവതികൾക്കൊപ്പം തന്നെയാണ് അദ്ദേഹം പറഞ്ഞതായിട്ട് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത്. നിങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ചായുന്ന ഒരു നിലപാട് അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയമായി നിങ്ങൾക്ക് ലാഭം കിട്ടുന്ന കാര്യമല്ല. രാഷ്ട്രീയ സുവർണാവസരം തേടിയവർ ചിലർ തുറന്നു പറഞ്ഞെങ്കിലും അത് തുറന്നു പറയാതെ നിങ്ങളും അന്വേഷിച്ചത് രാഷ്ട്രീയ ലാഭം തന്നെയാണല്ലോ ശബരിമലയിൽ. ശ്രീ ലാലെ, അങ്ങ് CPM എടുക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ ലൈൻ അല്ലെങ്കിൽ രാഷ്ട്രീയ വഴിയിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും കേരളത്തിലെ BJP RSS പാർട്ടിയും വന്നു നിന്ന് ഈ CPM-ന്റെ രാഷ്ട്രീയ ലൈനിന് സിന്ദാബാദ് വിളിച്ചു തരണമെന്ന് ശഠിക്കുന്നത് ഒരു ജനാധിപത്യ വിരുദ്ധമായ ഒരു സമീപനമല്ലേ? അതെന്തിനാണത്? ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു സമീപനമുണ്ട്. ഞങ്ങൾ തുടക്കം മുതലേ എടുത്തിട്ടുള്ള ഒരു സമീപനം അതാണ്. കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് ആദ്യത്തെ ധാരണയിലെ ജെൻഡർ ഇൻഇക്വാലിറ്റി, ആർട്ടിക്കിൾ 14-ന്റെ വയലേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതല്ല എന്ന് ഞങ്ങളുടെ നേതാക്കന്മാർ ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇവരൊക്കെ ഡൽഹിയിൽ പോയി അദ്ദേഹത്തെ ഈ കാര്യങ്ങൾ അറിയിച്ച് ബോധ്യപ്പെടുത്തിയതിനു ശേഷം കേരളത്തിലെ PCC എടുക്കുന്ന നിലപാടിനോട് അദ്ദേഹവും യോജിച്ചു. അങ്ങനെയുണ്ടല്ലോ, അങ്ങനെ ഇല്ലാത്തൊരു സാഹചര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇത് തന്നെയാണ് നരേന്ദ്രമോദിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആചാര ലംഘനം പാടില്ല, ആചാരത്തിനാണ് പ്രാധാന്യം, ഇന്ദു മൽഹോത്രയുടെ വിധി നോക്കണം എന്ന് നരേന്ദ്രമോദിയും പറഞ്ഞിട്ടാണല്ലോ നാളെ നരേന്ദ്രമോദി കേരളത്തിലേക്ക് വരുന്നത്. രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിൽ എന്ത് വ്യത്യാസമാണ് സാർ? അല്ല, ഇന്ത്യ രാജ്യത്ത് സെക്യുലറിസം വേണം, ജനാധിപത്യം നിലനിൽക്കണം എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു, നരേന്ദ്രമോദിയും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയുടെ വാലായി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തോട് യോജിക്കാൻ എനിക്ക് കഴിയില്ല. നരേന്ദ്രമോദി സെക്യുലറിസം വേണമെന്ന് പറയുന്നതിനെ ഇത്ര ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന കോൺഗ്രസുകാരാണ് നിങ്ങളെങ്കിൽ എന്തിനാണ് നരേന്ദ്രമോദിയെ നിങ്ങൾ എതിർക്കുന്നത്? അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം സെക്യുലറിസം അല്ല എന്നും ആ സെക്യുലറിസത്തിന്റെ കടക്കിൽ കത്തിവെക്കുന്ന കമ്മ്യൂണലിസത്തെ വല്ലാതെ ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് നരേന്ദ്രമോദി എന്നും നാഴികയ്ക്ക് 40 വട്ടം പ്രചരിപ്പിക്കുന്നവർ ഈ ഇഷ്യൂയിൽ പറയുന്നു, നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, സെക്യുലറിസത്തിന്റെ വക്താവാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാനാകുക? ശ്രീ സുരേഷ്, അതിന്റെ ഉടനെ അതിനെ ഞാൻ ഉൾക്കൊണ്ടിട്ടല്ല പറയുന്നത്. നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു പക്വത കാണിക്കണ്ടേ? ഞാൻ പറഞ്ഞത് അതിനെ നിങ്ങൾ നരേന്ദ്രമോദിയുടെ വാലാണെന്ന് വ്യാഖ്യാനിക്കുന്നതിൽ എന്ത് യുക്തിയാണെന്നാണ് ചോദിക്കുന്നത്. ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യമാണ് ഞങ്ങൾ പറയുന്നത്, വസ്തുതകളാണ് നമ്മൾ പറയുന്നത്. നരേന്ദ്രമോദി അങ്ങനെ പറയുന്നുണ്ടോ ഇങ്ങനെ പറയുന്നുണ്ടോ എന്നുള്ളത് ഞങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇവിടെ നടക്കുന്ന എല്ലാ ജനാധിപത്യ സ്ഥാപനങ്ങളുടെയും പ്രശ്നങ്ങളിലേക്ക്
ഉയർത്തിപ്പരുമ്പോ അവിടെ ഗവൺമെന്റിന്റെ നിലപാടുകൾ ഞാൻ നേരത്തെ മുതലേ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് എന്താ, എനിക്ക് ഈ കാര്യത്തിൽ CPM BJP ഗവൺമെന്റുമായി ഒത്തുകളിക്കുന്നു എന്ന ആക്ഷേപമുണ്ട്. പക്ഷെ അത് പൊതു ചർച്ചയ്ക്ക് ഞാൻ വിഷയീഭവിപ്പിക്കുന്നില്ല. കാരണം 2019 മെയ് മാസത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനകത്ത് BJPയെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തിനോട് അടുത്തു നിൽക്കുന്ന ഒരു സമീപനം ആയിരിക്കണം CPMന്റെ നിന്ന് ആഗ്രഹിക്കുകയും CPMനെ പൊതുജന മധ്യത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന അപകർഷതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പരാമർശം എന്റെ ഭാഗത്തുണ്ടാകുന്നരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റെസ്ട്രെയിൻസ് ചെയ്യുന്നത്. അതാണത്. BJPയുടെ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുന്നതിൽ എനിക്ക് മടിയില്ല. പക്ഷെ പലപ്പോഴും BJPയുടെ രാഷ്ട്രീയത്തിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു. കോൺഗ്രസിനെ തകർക്കുക, BJPയെ വളർത്തുക, എന്നിട്ട് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ CPM സുരേഷ് ബാബു, താങ്കൾ വ്യക്തിപരമായി ആ നിലപാട് എടുക്കുമ്പോഴും ഈ രാഷ്ട്രീയമായി എന്ത് നിലപാടാണ് താങ്കളുടെ പാർട്ടി എടുക്കുന്നത് എന്നതാണല്ലോ ഇവിടെ അന്വേഷിക്കുക. അപ്പോ ശ്രീ ആനത്തലവട്ടത്തിന്റെ പാർട്ടി ഇനി പരോക്ഷമായി ഒളിച്ച് നിങ്ങൾ പറയുന്നത് പോലെ BJPയുമായി ഒരു ധാരണ എന്നതാണ് അങ്ങ് പറയുന്നതെങ്കിൽ അതിന്റെ മറുപടി അദ്ദേഹം പറയട്ടെ. പക്ഷെ അതിനു മുമ്പ് നിങ്ങളുടെ നിലപാടായി CPM പറയുന്നത് എന്താണ്? നിങ്ങൾ പരോക്ഷമായിട്ടല്ല, നിങ്ങൾ തന്നെ പ്രഖ്യാപിച്ചു കോടി പോലും ഇല്ലാതെ നിങ്ങൾ എല്ലാവരും പൊയ്ക്കൊള്ളൂ ഈ നാമജപക്കാരുടെ കൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ നിലയ്ക്ക് നിങ്ങൾ പരോക്ഷമായിട്ടല്ല, നിങ്ങൾ നേരിട്ടാണ് ഇപ്പോൾ പിന്തുണ കൊടുക്കുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദി പറയുന്ന സെക്യുലറിസത്തെ, കോൺസ്റ്റിറ്റ്യൂഷനെ ഉയർത്തിപ്പിടിക്കുന്നതിനെയൊക്കെ നിങ്ങൾക്ക് വാദത്തിന് വേണ്ടിയാണെങ്കിലും ന്യായീകരിക്കാനും മടിയില്ല എന്ന് പറയുമ്പോൾ ആരാണ് അപ്പോൾ യഥാർത്ഥത്തിൽ? ഇതൊക്കെ ഇത്തരം കാര്യങ്ങളിൽ വസ്തുതാപരമായ സമീപനം തന്നെ വേണം. ഞങ്ങള് ഈ കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള ഇതില്ല. ഒരു തരത്തിലും ഞങ്ങള് ആ കാര്യത്തിൽ ഒരു തെറ്റായ സമീപനം സ്വീകരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾക്കിപ്പോ ഇതിനകത്ത് എന്താ പറയാനുള്ളത്? ഞങ്ങൾ എടുത്തിരിക്കുന്നത് ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കപ്പെടാതെ നടക്കണം. അതിനകത്ത് ആർട്ടിക്കിൾ 14 അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ റിവ്യൂ ഹർജി അവിടെ ഉണ്ട്. കോടതി അത് ജനുവരി 22 തീരുമാനിക്കും. അതുവരെ നിങ്ങൾ കോടതിയെ അംഗീകരിക്കണം, രാജ്യത്തിന്റെ നിയമം നിങ്ങളും ഉയർത്തിപ്പിടിക്കണം. അതാണല്ലോ നടന്നത്, അതാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ കലാപം നടത്തുന്നവർക്ക് ശക്തി പകരാമോ? റിവ്യൂ ഹർജി നിലവിലുള്ള സമയത്ത് ആ റിവ്യൂ ഹർജിയെ പരാജയപ്പെടുത്തുന്നതിന് അനുകൂലമായ സമീപനം ഗവൺമെന്റ് സ്വീകരിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ പരാതി. അത് രാഷ്ട്രീയമായ പരാതിയാണ്, നിയമത്തിന്റെ കണ്ണിൽ നിലനിൽക്കുന്നതല്ല. കോടതിയുടെ മുന്നിൽ അത് അവിടെ പോയി പറയേണ്ടി വരും, ഉത്തരം പറയേണ്ടി വരും. അല്ല, കോടതിയിലെ പോകാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ ശ്രീ പറയാർ ഗോപാലകൃഷ്ണൻ കോടതിയിൽ ഉണ്ടല്ലോ. അത് ഞങ്ങൾ കോടതിയിൽ വാദിച്ചോളൂ. നിങ്ങളുടെ വാദമല്ല സാർ. ശ്രീ സുരേഷ് ബാബു, ഞാൻ പറഞ്ഞത് ഒരു സർക്കാരിന് യുവതി ഈ കോടതി വിധിയുമായി എത്തുമ്പോൾ അവരെ അവിടെ കയറ്റില്ല, നിങ്ങൾ തിരിച്ചു പോകണം, റിവ്യൂ ഹർജി ചിലർ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കോടതി തിരിച്ച് ഞങ്ങളുടെ വിധി നിങ്ങൾക്ക് കേൾക്കണ്ടേ, അതിന് ഉത്തരം നിങ്ങൾ പറയണ്ടേ എന്ന് ചോദിച്ചാൽ ആ സർക്കാരിന് പിന്നെ അവിടെ നിൽക്കാൻ ഒരു നിമിഷം നിൽക്കാനാകുമോ? നിങ്ങൾ ആദ്യം പറയില്ലേ ഈ സർക്കാർ രാജിവെക്കണമെന്ന്? എങ്ങനെയല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയെ വെച്ചില്ലേ? 3 പേരെ, 2 ജഡ്ജിമാരെയും ഒരു പോലീസ് ഓഫീസറെ. എന്താണ് പറഞ്ഞത് ഈ കാര്യങ്ങളിൽ? അവിടെ യുവതികൾ സന്നിധാനത്തിൽ എത്തിയ ഘട്ടത്തിൽ ഞങ്ങളൊന്നും പറയില്ല, ഇത് ഞങ്ങളോട് നോക്കാൻ പറഞ്ഞിട്ടില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. അല്ലല്ല, എന്തിനാണ് അവര് കേരളത്തിലെ ഗവൺമെന്റ് പോയത്? കേരളത്തിലെ ഗവൺമെന്റ് മുകളിൽ പോയില്ലോ, കോടതി പോയല്ലോ. അത് അവരുടെ നയം അതാണ്. ശ്രീ ശബരിമലയിൽ ഇത്തരം ഒരു കാര്യത്തിന് ഇങ്ങനെ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി വരുന്നതിനോട് ആ സർക്കാരിന് യോജിപ്പില്ല എന്നത് അവരുടെ നയമാണ്. മതേതര സർക്കാർ എങ്ങനെയാണ് ക്ഷേത്രത്തിലെ കാര്യത്തിൽ നയമെടുക്കുന്നത്? മതേതര സർക്കാരിന്റെ കീഴിലുള്ള ഒരു ബോർഡാണ് ഈ ക്ഷേത്രത്തെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്, അല്ലാതെ ഇത് പ്രൈവറ്റ് ക്ഷേത്രമല്ല. ഇത് പ്രൈവറ്റ് ക്ഷേത്രമല്ല. നിങ്ങൾക്ക് ആ വാദം ഉണ്ടാകാം, ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ ശ്രീ PM സുരേഷ് ബാബു പറഞ്ഞ ഈ വാദങ്ങൾ ഇപ്പോഴും അവർ ആചാരത്തിന്റെ ലംഘനത്തിന് എതിരാണ്, ഭക്തജനങ്ങൾക്കൊപ്പമാണ് എന്ന് കോൺഗ്രസ് പാർട്ടി പറഞ്ഞ CPMന്റെ നയത്തെ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമുണ്ട് എന്ന് വാദിക്കുന്നതിനെ എങ്ങനെ നേരിടും? അല്ല, മിസ്റ്റർ സുരേഷ് ബാബു ഇപ്പം 2 വിഷയങ്ങളാണ് പറഞ്ഞു. ഒന്ന്, ആചാരാനുഷ്ഠാനങ്ങൾ, അതിനെതിരായ വിധിയാണ് വന്നിരിക്കുന്നത്. അത് കോടതി തന്നെ പറഞ്ഞല്ലോ. അത് ഞാൻ പറഞ്ഞല്ലോ, ഭരണഘടനയും നിയമവും അതിലുള്ള ധാർമ്മികതയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. അതിന് മറുപടി പറഞ്ഞില്ല. അദ്ദേഹം ഇപ്പം പറഞ്ഞിരിക്കുന്നത് കോടതിയുടെ വിധി തെറ്റ്, ആചാരാനുഷ്ഠാനങ്ങൾക്കാണ് പ്രസക്തി, ഭരണഘടനയ്ക്കും നിയമവ്യവസ്ഥയ്ക്കും അതിൻ്റെ ധാർമ്മികതയ്ക്ക് പ്രസക്തിയില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു ശരിയായ ഒരു നിലപാടാണ്. അദ്ദേഹം ഒരു ഉറച്ച നിലപാടിലാണ് നിൽക്കുന്നത്. ഭരണഘടനയും കോടതിയും ഒന്നും അംഗീകരിക്കേണ്ടതില്ല. എൻ്റെ മിസ്റ്റർ സുരേഷ് ബാബു, എത്ര ആചാരാനുഷ്ഠാനങ്ങൾ ഈ ശബരിമലയിൽ തന്നെ മാറിയിട്ടുണ്ട്. 91 വരെ അവിടെ ഈ സ്ത്രീകൾ, ഈ പ്രായത്തിലുള്ളവർ കയറിയില്ലേ?
നിങ്ങളുടെ പാർട്ടിയിലുള്ള ആ 91 ശേഷമുള്ള വിധി വന്നത് ഈ പ്രായത്തിലുള്ളവർ കയറണം. ആരാ വിധിച്ചത്? ആചാരാനുഷ്ഠാനമാണോ? കേരള ഹൈക്കോടതി ജഡ്ജിയാണോ? അതിന് മുമ്പ് കയറിയിരുന്നല്ലോ. അപ്പോൾ വിധിച്ചതാരാ? ഒരു ജഡ്ജി വിധിച്ചു. ആ വിധി തെറ്റാണ്, ഭരണഘടനയ്ക്കെതിരാണ് സുപ്രീം കോടതി വിധിച്ചത്. നിങ്ങൾ ഇവിടുത്തെ ആചാരാനുഷ്ഠാനമാണ് പറയുന്നത്. ഇതിന് ശേഷം ഒരു സ്ത്രീ വന്ന് കയറി, അതാണ് ജയമാല, സിനിമാ നടി. ആ ജയമാല കോൺഗ്രസ്സുകാരിയായിരുന്നല്ലോ, നിങ്ങളുടെ പാർട്ടിയല്ലേ, ഇപ്പോൾ കർണാടകത്തിലെ മന്ത്രിയല്ലേ, കോൺഗ്രസ് മന്ത്രിയല്ലേ. ആ ജയമാല ഇവിടെ വന്ന് കയറിയതിനു ശേഷം അയ്യപ്പന്റെ കടാക്ഷം കൊണ്ടായിരിക്കും അവർക്ക് മന്ത്രിസ്ഥാനം കിട്ടിയത്. ശ്രീ സുരേഷ് ബാബു ഒരുപക്ഷെ ഈ ഇതെല്ലാം ഇത് ശ്രീ ആനന്ദലോട്ടെ ഒരു മിനിറ്റ്, ശ്രീ സുരേഷ് ബാബുവിന് അതിനോടുള്ള പ്രതികരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ജയമാല മന്ത്രിയായിരിക്കുന്ന ഈ വാദം കോൺഗ്രസ് എടുക്കുന്ന, കോൺഗ്രസിന്റെ പിന്തുണയുള്ള ഈ കർണാടകത്തിലെ സർക്കാർ ഇന്ന് ആടി ഉലഞ്ഞു നിൽക്കുകയാണ്. അയ്യപ്പന്റെ പിന്തുണ ആർക്കൊപ്പമാണെന്ന് വീണ്ടും തെളിയുകയാണല്ലോ ശ്രീ സുരേഷ് ബാബു. അല്ല, അതൊന്നും ഞാൻ അതിനോടൊന്നും എനിക്ക് മറ്റു തരത്തിൽ യോജിക്കാൻ കഴിയുന്ന ഒരാളല്ലല്ലോ ഞാൻ. ഈ കാര്യത്തിൽ ഇപ്പൊ ഇതിന്റെയൊക്കെ സ്ക്രോള് കണ്ടുകൊണ്ടിരിക്കുകയാണ്. 10 കോൺഗ്രസ്സുകാരും 3 JDSകാരും BJPയുടെ ഒക്കെ പോകുന്നു, BJP എടുത്തുകൊണ്ടുപോകുന്നു എന്നൊക്കെ. ജനാധിപത്യ വിരുദ്ധമായ കുതിരക്കച്ചവടം നടത്തുന്ന ഈ എന്ത് മാർഗവും സ്വീകരിക്കുന്ന 2 MLA-മാരുള്ള ഒരു പാർട്ടി ഭരണം ഉണ്ടാക്കിയല്ലോ നമ്മുടെ ഇന്ത്യ രാജ്യത്ത്. 2 MLA-മാർ മാത്രമുള്ള ഭൂരിപക്ഷമുള്ള പാർട്ടിയെ ക്ഷണിക്കാതെ ഭൂരിപക്ഷം ഇല്ലാത്ത പാർട്ടിയെ ക്ഷണിച്ച് 2 സംസ്ഥാനങ്ങളിൽ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഈ ജനാധിപത്യ വിരുദ്ധം. ആ ജനാധിപത്യ വിരുദ്ധ സർക്കാരിനെ താഴെത്തിറക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം കേരളത്തിലെ കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ഞങ്ങൾക്ക് എങ്ങനെ കർണാടകത്തിലെ കോൺഗ്രസ് ക്ഷീണിച്ചതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ തിരിച്ചു വരാം, ഒരു റെസ്പോൺസ് എടുത്തുന്നേ ഉള്ളൂ. ശ്രീ ആനത്തലവട്ടം. അല്ല, ഞാൻ ഒറ്റ കാര്യം പറയാം. കോൺഗ്രസ് ഇന്നത്തെ പൊളിറ്റിക്കൽ കണ്ടസ്റ്റിലെ കോൺഗ്രസ് ക്ഷീണിക്കുന്നതിനോട് ഞങ്ങൾക്ക് ലെവലേശം താല്പര്യമില്ല. ക്ഷീണിക്കുന്നത് രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങൾക്ക് നിലനിൽപ്പിന് ഡേഞ്ചറാണ്, അപകടമാണ്. BJP തോൽപ്പിക്കുക തന്നെ വേണം. BJP തോൽപ്പിക്കണമെങ്കിൽ കോൺഗ്രസ് ഇതുപോലൊരു BJPയുടെ നയം സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസിന് മുന്നേറാൻ നിൽക്കുക. പിന്നെ എന്തിനാണ് BJP തോന്നുന്നത്? കോൺഗ്രസ് ഈ നയം എടുക്കുന്നതിൻ്റെ ഫലമായിട്ടല്ലേ, ഈ വർഗീയതയും ഹിന്ദുത്വ സമീപനങ്ങളും ഒക്കെ സ്വീകരിക്കുന്നതിൻ്റെ ഫലമായിട്ടല്ലേ BJP എതിർക്കുന്നത്. അതേ നിലപാടിലേക്ക് നിങ്ങളും കൂടെ കൂട്ടുകൂടിയാൽ നിങ്ങൾ എങ്ങനെ എതിർക്കാതിരിക്കും? നിങ്ങളുടെ നയത്തെയാണ് എതിർക്കുന്നത്. നിങ്ങൾ അങ്ങനെ കൂടുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് വെച്ചാൽ കോൺഗ്രസ് ദുർബലപ്പെടുന്നു, ഇവർ ശക്തിപ്പെടുന്നു. ഇവരുടെ നിലപാട് തെറ്റെന്ന് പറഞ്ഞ് നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മതേതര ശക്തിയുടെ നിലപാടിനോടൊപ്പം നിൽക്കണ്ടേ? സാമ്പത്തിക പ്രശ്നത്തിലായാലും ശരി, വിശ്വാസത്തിൻ്റെ പ്രശ്നത്തിലായാലും ശരി, ഈ ഇന്ന് വന്നിട്ടുള്ള സാഹചര്യങ്ങളുടെ പ്രശ്നത്തിലായാലും ശരി, അത് ചെയ്യുന്നില്ലല്ലോ. അപ്പം ഞങ്ങൾക്ക് ഈ BJP ഞങ്ങളുടെ ലക്ഷ്യം തന്നെ എന്ത് വില കൊടുത്തും BJPയും സംഘപരിവാർ ശക്തികളെയും പരാജയപ്പെടുത്തണം, അവിടെ ശക്തി ദുർബലപ്പെടുത്തണം, ഇല്ലെങ്കിൽ രാജ്യം ശിഥിലപ്പെടും. ശരി, അപ്പൊ ഈ കാര്യത്തിൽ ഈ കോൺഗ്രസിനോടുള്ള മറുപടി രാഷ്ട്രീയമായി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ശബരിമലയുടെ കാര്യത്തിൽ ഇപ്പോൾ ഈ മകരവിളക്ക് ദിനമാണ് പലരും കാത്തിരുന്നത്. അവിടെ വിശ്വാസികൾ എത്തില്ല എന്ന് പ്രചരിപ്പിച്ചവരുണ്ട്. BJP നേതാക്കളൊക്കെ ചർച്ചയിൽ വിജയിക്കാൻ വേണ്ടിയെങ്കിലും അത് പറഞ്ഞിട്ടുണ്ട്. കാണിക്കയിടരുത് അമ്പലങ്ങളിൽ, ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള അമ്പലങ്ങളിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ കാണിക്ക ഇനി അഥവാ നടവരവ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും അടുത്ത തവണ അത് ഭക്തർ തന്നെ നികത്തിക്കൊള്ളുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ദേവസ്വം മന്ത്രി. അതിന് ന്യായീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള തെളിവ് ഇപ്പോൾ ഇത്രയും ഭക്തജനങ്ങൾ വരുമ്പോൾ വേണമെങ്കിൽ അത് വായിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ കൃത്യമായി ഈ ദിനം വരെ ശബരിമലയെ കാത്തു സൂക്ഷിച്ച് അവിടെ ഒരു തരത്തിലും ഒരു സംഘർഷം ഉണ്ടാക്കാതെ അതിനെ പരിപാവനതയെ, അതിന്റെ പവിത്രതയെ വല്ലാതെ സംരക്ഷിച്ച് നിർത്തി എന്ന വലിയ അഭിമാനബോധം ഈ സംസ്ഥാനത്തെ സർക്കാരിന് അതിന്റെ ഭാഗമായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയ്ക്ക് താങ്കൾക്കുണ്ടോ? അല്ല, ഞങ്ങൾ ഈ സുപ്രീം കോടതി വിധിയെ നടപ്പാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് കഴിഞ്ഞ ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ ഒരു ധാർഷ്ട്യമോ ഒരു ഏതെങ്കിലും മുഖ്യമന്ത്രി ഏതോ ഒരു തൻപ്രമാണിത്തം കാണിക്കലെന്നൊക്കെ പറയുന്നതൊന്നും നമുക്ക് യോജിക്കുന്നതല്ല. നമുക്ക് അത് ആ അങ്കി വേറുള്ളവർക്കേ യോജിക്കുകയുള്ളൂ. ഞങ്ങൾ ഇക്കാര്യത്തിലെടുത്തത് കോടതി വിധിയും നിയമവ്യവസ്ഥ ഇവിടെ നടപ്പാകണം, അത് മാത്രമാണ് ഞങ്ങൾ അക്കാര്യത്തിലെടുത്തിട്ടുള്ളത്. അല്ല, ഗവൺമെൻറ് വഴികൊട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ പറയുകയുണ്ടായി, നേരത്തെ പറയുകയുണ്ടായി 2 സ്ത്രീകളെ അവിടെ കയറ്റി സുപ്രീം കോടതി വിധിയെ സ്വാധീനിക്കാനാണ് എന്ന്. എന്തൊരു ബാലിശമാണത്! സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ ഇവിടെ 2 സ്ത്രീ അവരുടെ വിധി നടപ്പാക്കുന്ന പണിയല്ലാതെ ഈ ഗവൺമെൻറ് വല്ലതും ചെയ്തോ? അത് 2 പെണ്ണുങ്ങൾ കയറിയാൽ ഉടനെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെയൊക്കെ മനസ്സ് വിധി പരാജയപ്പെട്ടെന്നങ്ങ് തോന്നുമോ? അപ്പം ആരും കയറിയില്ലെങ്കിൽ നല്ല കടുത്ത ശാസന വരും. നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ കയറുന്നതിനുള്ള സൗകര്യം ചെയ്ത് കൊടുത്തില്ല എന്ന്.
എന്നല്ല അല്ലാതെ സുപ്രീം കോടതി മറിച്ച് ചിന്തിക്കാൻ ആരും കയറാതിരുന്നാൽ സാധിക്കുമെന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ ഒരു നിയമപരമായി പരിജ്ഞാനമുള്ള ആർക്കെങ്കിലും അങ്ങനെ പറയാൻ കഴിയുമോ? ഭരണഘടനയെക്കുറിച്ചും മൗലികാവസ്ഥയെക്കുറിച്ചും ഒക്കെ സാമാന്യപരമുള്ള ഒരാളിന് പറയാൻ കഴിയുമോ? ഒരാളും കയറിയില്ലെങ്കിൽ സുപ്രീം കോടതി വിധി അങ്ങ് മാറ്റുമെന്ന്. സ്ത്രീ സമത്വം, തുല്യത വേണ്ടെന്ന് പറയുമോ? ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ വേദിയിൽ പോയി ഒപ്പുവെച്ച രാജ്യമാണ് ഇന്ത്യയും. ലോകത്തെല്ലായിടത്തും സ്ത്രീക്കും പുരുഷനും തുല്യത. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ഇപ്പോൾ ചോദിക്കുകയാണ്, ഇന്ത്യക്ക് എന്ത് പറ്റി? നിങ്ങൾ നമ്മുടെ ഈ ഒപ്പുവെച്ചാണ് തുല്യതയുടെ കരാറിൽ ഒപ്പുവെച്ചതാണല്ലോ, എന്നിട്ട് ഇന്ത്യയിൽ എന്താ ഈ തുല്യത വരാത്തത് എന്ന് പറഞ്ഞ് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ചോദിച്ചിരിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരു സാർവദേശീയമായി തന്നെ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടാവുന്ന ഒരു പ്രശ്നത്തിൽ ഇവിടെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവ് അനുകൂലിച്ച് എതിർത്തോ എന്നുള്ളതല്ല. ഇതിൻ്റെ ഫണ്ടമെൻ്റൽ അടിസ്ഥാനപരമായ തത്വത്തിൽ സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞിരിക്കുന്നതിന് ഇവിടെ ആരെങ്കിലും രണ്ട് പെണ്ണുങ്ങൾ കയറിയോ ഇല്ലയോ എന്നുള്ളത് നോക്കി ആ വിധി മാറുമെന്ന് ആർക്കെങ്കിലും ധരിക്കാൻ കഴിയും. അത്ര ബാലിശമാണ് സുപ്രീം കോടതിയുടെ ഈ വിധിനായിട്ട് കാണുന്നത്. ആ ജഡ്ജിമാരുടെയൊക്കെ മനസ്സ് ആരും കയറിയില്ലെങ്കിൽ കയറുന്നതിന് തക്ക ശാസനയോട് കൂടിയായിരിക്കും വീണ്ടും വിധി വരുന്നത്. ഈ ഗവൺമെൻറ് അതിന് കൽപ്പില്ലാത്ത ഗവൺമെൻറ്റാണ്, സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ കൽപ്പില്ലാത്ത ഗവൺമെൻറ്റാണെന്ന് പറയും. ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ പരാമർശിച്ചുകൊണ്ടല്ല 1000-ൽ പരം പേജുള്ള ഒരു ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നത്. 12 വർഷമായി പുരോഹിതന്മാരെയും ഹൈന്ദവ പണ്ഡിതന്മാരുടെയും ഒക്കെ ഒപ്പീനിയനെല്ലാം കേട്ടതിന് ശേഷം അതെല്ലാം അരച്ച് കലക്കി കുടിച്ച ശേഷമാണ് അവർ ഇത്തരത്തിലൊരു വിധി പറഞ്ഞിരിക്കുന്നത്. ആ വിധിയെ നമ്മളിവിടെ എത്ര നിസ്സാരമായിട്ടാണ് കാണുന്നത്. യെസ്, അങ്ങനെ കാണാൻ സാധിക്കില്ല ഒരു ജനാധിപത്യ രാജ്യത്ത്. ശ്രീ മധുസൂദനൻ, അപ്പോൾ ഈ കാര്യത്തിൽ യുവതികൾ ദർശിച്ച അയ്യപ്പന്റെ ചൈതന്യം ഇതാ പോയിരിക്കുന്നു. ഇനി ആ ചൈതന്യമില്ലാത്ത ശബരിമലയെ സൃഷ്ടിച്ച പിണറായി വിജയനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാമെന്ന് പറഞ്ഞൊക്കെയാണല്ലോ പല ആളുകളും BJP പ്രത്യക്ഷത്തിലും അവരുടെ നേതാക്കളൊക്കെ മത്സരിച്ച് അവരവരുടെ ടേൺ അനുസരിച്ചുള്ള നിരാഹാരത്തിനുമൊക്കെ മുന്നോട്ട് വന്നതും ഈ ഹർത്താലുകളൊക്കെ ഈ രാജ്യത്ത് സംസ്ഥാനത്തൊക്കെ നടത്തിയതുമൊക്കെ. അപ്പോൾ അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾ വിശ്വാസികളുണ്ട്. നിങ്ങളെപ്പോലുള്ളവർക്ക് അതാണോ ഇനിയുള്ള വാദം? നിങ്ങളൊന്നും ഇതിനെ വല്ലാത്ത ഹൈപ്പിലേക്ക് കൊണ്ടുപോയി രാഷ്ട്രീയവൽക്കരിച്ച് വിശ്വാസികളെ പോലും നാണം കെടുത്തി. അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ വിശ്വാസികൾ അതിൻ്റെതായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്, അത് ഞങ്ങളുടേതായ ലെവലിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളും എന്നുള്ള ഒരു വാദം നിങ്ങൾക്കുണ്ട്. 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ഈ പ്രതിഷേധത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ വിശ്വാസികൾക്കുള്ള റോൾ അപഹരിച്ചവരോട് നിങ്ങൾക്കുള്ള മറുപടി എന്ത്? ഒന്നത്. രണ്ടാമത്, യുവതികൾ കയറിയത് കൊണ്ട് ചൈതന്യം പോയിട്ടില്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണല്ലോ, അതിനുള്ള മറുപടി എന്ത്? യുവതികൾ പ്രവേശിച്ചത് കൊണ്ട് ചൈതന്യം നശിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ശക്തമായ അഭിപ്രായം. അതിൻ്റെ പ്രതിഫലനം അവിടെ കാണുകയും ചെയ്തു. അവിടെ തീപിടുത്തമുണ്ടായി, ഇതുവരെ തീപിടിക്കാത്ത അതിൻ്റെ സൂചനകളൊക്കെ ഉണ്ടായി. പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്നും അയ്യപ്പൻ എന്ന ഭഗവാനെ വെച്ച് ചിന്തിക്കുമ്പോൾ ഭക്തജനങ്ങളായാലും അല്ലാത്തവരായാലും ഉള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന തെറ്റുകളെ കണക്കാക്കിയിട്ട് അവരെ ഉടനെ വടിയെടുത്ത് ശിക്ഷിക്കുന്ന രീതിയിലല്ല ഭഗവാൻ പെരുമാറുന്നത്. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും തന്നെ അദ്ദേഹത്തിൻ്റെ പൈതങ്ങളെ പോലെയുള്ളവരാണ്. നമുക്കുള്ളിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം. ആ തെറ്റുകുറ്റങ്ങൾ എങ്ങനെ തിരുത്തണമെന്നും സുദൃഢമായ നല്ലൊരു സമൂഹം, എല്ലാ ക്ഷേത്രങ്ങളെയും സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സമൂഹം എങ്ങനെ വരണമെന്നും തീർച്ചയായും നല്ലൊരു പദ്ധതി അയ്യപ്പന്റെ മനസ്സിലുണ്ട്. ആ പദ്ധതി അനുസരിച്ചിട്ട് തന്നെയാണ് ഈ വിധികളൊക്കെ വന്നിരിക്കുന്നത്. പദ്ധതി വിജയിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നതിന് പകരം അതിനെയൊക്കെ മാറ്റി ഞങ്ങളുടെ നിലപാട് ഇപ്പൊ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം എന്ന വിധിയെ തോപ്പിക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ. ഇന്നിപ്പോ ക്ഷേത്രങ്ങൾ മുഴുവൻ സർക്കാരിന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് വിടുവിക്കണം എന്നുള്ള തരത്തിലേക്ക് വന്നില്ലേ. വിശ്വാസി സമൂഹം ഇന്നിപ്പോ 22-ാം തീയതി കേസിൽ ഒരു സ്റ്റേ കിട്ടിയാൽ ഉടനെ നിന്നു പോകുന്ന പ്രക്ഷോഭമല്ല ഇത്. ഈ പ്രക്ഷോഭത്തിന്റെ മാനം മാറിക്കഴിഞ്ഞു. ക്ഷേത്രങ്ങളിൽ സർക്കാർ ഇടപെടാൻ പാടില്ല. ദേവസ്വം ബോർഡിന്റെ 22-ാം തീയതി ഈ കേസിൽ എന്ത് വിധി വന്നാലും അതനുസരിക്കാൻ നിൽക്കുന്ന സർക്കാരാണ് എന്നുള്ളത് സർക്കാരും പറഞ്ഞു കഴിഞ്ഞു. സർക്കാരിനെ മറുഭാഗത്ത് നിങ്ങൾ സർക്കാരിനെ നിർത്തി ആരോടാണ് യുദ്ധം ചെയ്യുന്നത് തന്നെയും മനഃപൂർവ്വം മാറ്റി പറയുകയാണ്. അതിന്റെ ഉടമസ്ഥാവകാശം, അതിന്റെ പരിപൂർണമായ പരിപാലനവും എല്ലാം അധിഷ്ഠിതമായിരിക്കുന്നത് നമ്മുടെ നിയമമനുസരിച്ച്, നമ്മുടെ നിയമസഭ പാസാക്കിയ നിയമമനുസരിച്ച് ദേവസ്വം ബോർഡിലാണ്. അവിടെ സർക്കാരിന് ഒരു വായുസും ഇല്ല. ഈ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരൻ കൂടിയാണ്. ഈ രാജ്യത്തെ നിയമ ജനാധിപത്യ വ്യവസ്ഥിതിയെ നല്ലവണ്ണം അറിയാവുന്ന എല്ലാവർക്കും അറിയാം, ഒരു സർക്കാരിന്റെ കീഴിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ബോർഡ്, ജനങ്ങളുടെ പ്രതിനിധികൾ ഇരിക്കുന്ന ഒരു സംവിധാനം
അതാണത്. അതിന്റെ ഭാഗത്ത് നിയമ സംവിധാനത്തിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനും ഒക്കെ റോളുകളുണ്ട്. അതിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത ആളുകൾ എന്നുള്ള നിലയ്ക്ക് ജനങ്ങളോട് ഒരു പ്രതിബദ്ധതയുള്ള സർക്കാർ എന്നുള്ള നിലയ്ക്ക് അവർ അതനുസരിച്ച് പെരുമാറും. ജനങ്ങളാണ് നോക്കുക. അതിനെ റോഡിൽ കയ്യൂക്ക് കാണിച്ച് നേരെയാക്കാൻ ശ്രമിച്ചവർക്ക് ഭക്തജനങ്ങൾ മറുപടി കൊടുക്കും. അതാണ് കണ്ടത്. ഭക്തജനങ്ങൾ അവിടെ സന്നിധാനത്ത് ഇന്ന് നിങ്ങൾ പറഞ്ഞിട്ടും കേൾക്കാതെ ജനങ്ങൾ വരും തൊഴും, ജനങ്ങൾ വരും തൊഴും. ഇതാ ഞാനും നാളെ കഴിഞ്ഞ് പോവുകയാണ്, തൊഴും വരും, ഞങ്ങളെല്ലാം വരും. അയ്യപ്പന്റെ കൂടെ ഞങ്ങളൊക്കെ ധർമ്മ സംരക്ഷണാർത്ഥം പ്രാർത്ഥിച്ച് സമരം ചെയ്യുകയാണല്ലോ. നിങ്ങൾ ഈ രീതിയിൽ പ്രാർത്ഥിക്കുന്നു, ദൈവത്തോട് പറയാനുള്ളത് പറയുന്നു, സർക്കാരിനോടുള്ള പറയാനുള്ളത് പറയുന്നു. നിങ്ങൾ ഇങ്ങനെ തന്നെ മറ്റന്നാൾ അമ്പലത്തിലേക്ക് അങ്ങും പോകും, ശബരിമലയിലേക്ക് പോകും. ഇതാണ് നിങ്ങളുടെ പ്രതിഷേധ രീതിയെങ്കിൽ ഈ വരുന്ന ആളുകളെ തേങ്ങ എടുത്തെറിയാൻ ശ്രമിച്ചവർ, അതല്ലെങ്കിൽ അവിടെ കൂട്ടത്തോടെ ചെന്ന് ആക്രമിച്ച് തിരിച്ചോടിക്കാൻ ശ്രമിച്ചവർ, ഭക്തർ വരുന്നതിനെ പേടിപ്പിച്ച് അവിടേക്ക് വരാതിരിക്കാനുള്ള സംവിധാനം ഒരുക്കിയവർ, മറുനാട്ടിൽ നിന്ന് ബസ് പിടിച്ചൊക്കെ ഇവിടെ വരുന്നവർക്കൊക്കെ അവരെ പോലും ഭീതിപ്പെടുത്തി ശബരിമലയിലേക്കും പമ്പയിലേക്കും എത്താതെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച വലിയ പ്രചരണത്തിന്റെ കോലാഹലം, ഇതൊക്കെ നടക്കുമ്പോൾ ഭക്തരായ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് സാർ? ഭക്തരായ നമ്മൾ ശബരിമലയുടെ പോലീസാണ്. ശബരിമലയെ ദുർബലപ്പെടുത്തിയത് പോലീസാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞില്ലേ കാണിക്കയുടെ മുമ്പിൽ പോവാൻ വിടുന്നില്ല, ദയവ് ചെയ്ത് സൗകര്യം ഉണ്ടാക്കി തരൂ. ഇത് പ്രതിഷേധക്കാർ പറഞ്ഞതല്ലോ. ഈ പറയുന്ന പോലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നോ ശബരിമല വന്ന ഏതെങ്കിലും ഒരു ഭക്തജനം പോലീസ് അവിടെ അട്രാസിറ്റി കാണിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. പോലീസ് ഇല്ല നമ്മൾ ഈ ടെലിവിഷനൊക്കെ എല്ലാ ദിവസവും കണ്ടിരിക്കുന്നതല്ലേ. അവരോട് ചോദിച്ചപ്പോഴൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് സഹായമായിരുന്നു. മറ്റൊരു കാര്യം, നിങ്ങൾ ഈ പറയുമ്പോൾ ഭക്തജനങ്ങളാണ്, ജനങ്ങളല്ല ഭക്തജനങ്ങൾ. ഈ ഭക്തജനങ്ങൾ ജനങ്ങളിൽ നിന്ന് വേറിട്ടൊരു ഭക്തജനങ്ങളുണ്ടോ? ഇല്ല, ഭക്തിയുള്ളവർ വിശ്വാസികൾ അല്ലാത്തവരില്ലേ ജനസമൂഹത്തില്? അവരെ നമ്മൾ ആദരിക്കുന്നില്ലേ? അവരെ നമ്മൾ ഉൾക്കൊള്ളുന്നില്ലേ? കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ കാര്യത്തിൽ പറയുമ്പോൾ ഭക്തജനങ്ങളെന്ന് നിങ്ങൾ ഭക്തിയുടെ കാര്യം തീരുമാനിക്കാനുള്ള അവകാശം ആർക്കാ ഉള്ളത്? അമ്പലത്തിൽ പോണവനും വിശ്വാസിയുള്ളവനല്ലേ ഭക്തജനങ്ങൾ പോണേ. ദൈവത്തിൽ വിശ്വസിച്ച് പോകുന്ന, ദൈവത്തിൽ വിശ്വസിച്ച് ആരാധനയിലേക്ക് പോണ, വഴിപാട് നടത്താൻ പോണവരൊക്കെ ഭക്തജനങ്ങൾ തന്നെയാണ്. അവരെ നിങ്ങൾ എങ്ങനെ എല്ലാവരും പോകണമെന്നില്ല. ശബരിമലയിൽ പോയ ഭക്തരാണ് യഥാർത്ഥ ഭക്തർ. നിങ്ങളത് പോകാതെ പ്രതിഷേധിച്ച് മറ്റന്നാളത്തേക്ക് മാറ്റിവെക്കുന്ന ഭക്തരെക്കാൾ വലിയ ഭക്തർ ഇന്ന് അവിടെ ആ ദിവസം പോയിട്ടുണ്ട്. ഒരു ദിവസം ഇക്കാര്യത്തിൽ ശബരിമല ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ അടുത്ത വർഷങ്ങളിൽ ശബരിമല അയ്യപ്പന്റെ ചൈതന്യം ഇവിടെ എല്ലാരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആനത്തലവട്ടം സാറ് കൃത്യമായിട്ട് അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അയ്യപ്പന്റെ ശക്തി മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കലാപമൊക്കെ നടത്തിയതിന്റെ ഫലമായി ലൈവായി 2-3 മാസക്കാലമായി പത്രങ്ങളും ഇലക്ട്രോണിക് മീഡിയയും എല്ലാം ലോകത്തിന്റെ മുമ്പിൽ മുഴുവൻ ഈ അയ്യപ്പൻ ഒരു പ്രശ്നമായി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊരു പ്രസിദ്ധമായ ക്ഷേത്രമാണ്, അല്ലെങ്കിൽ വിശ്വാസികൾക്ക് വലിയ താല്പര്യമുള്ളതാണെന്ന് ലോകം മുഴുവൻ ഇപ്പോൾ മനസ്സിലാക്കി അടുത്ത വർഷമൊക്കെ വലിയ തള്ളിക്കയറ്റമായിരിക്കും. ഭക്തജനങ്ങളുടെ വലിയ തള്ളിക്കയറ്റമായിരിക്കും ഇവിടെ ശരീരം. അപ്പോൾ അതിന് ഇടയാക്കിയവരാണ്. കാരണം അവിടെ ഈ ബഹളമൊക്കെ ഉണ്ടാക്കി ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ സൃഷ്ടിക്കാൻ ഇടയാക്കിയതിൻ്റെ ഫലമായിട്ടാണ് ജനങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അല്ലാതെ അവിടുത്തെ അയ്യപ്പന്റെ പ്രസക്തി പറയാനോ ശബരിമലയുടെ പ്രസക്തി പറയാനോ പോലുള്ള നിങ്ങൾ നോയിക്കോ. ശ്രീ പി എം സുരേഷ് ബാബു, അവസാനത്തെ 1 മിനിറ്റാണ്. ഈ കാര്യത്തിൽ ഇപ്പോൾ സർക്കാർ, സുപ്രീം കോടതി, രാജ്യത്തിന്റെ ഭരണഘടന, സംവിധാനം, വിശ്വാസികൾ, യഥാർത്ഥ ഭക്തർ എന്നിവർ ഒരു ഭാഗത്തും അതിനെതിരായി സുവർണാവസരം തേടിയവരും ആ സുവർണാവസരം തേടുന്ന BJPയും അവർ സുവർണാവസരം തേടാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ഭാഗത്ത് ഞങ്ങളില്ല, അക്രമം നടത്തുന്നവരില്ല, ഞങ്ങൾ ഇങ്ങനെ മാറി നിൽക്കും, അങ്ങിപ്പോൾ ഇരിക്കുന്നത് പോലെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുകയാണെന്നൊന്നും ഞാൻ പറയില്ല.
ഈ ഇങ്ങനെ വരുന്ന മീനിനെ പിടിക്കാം, അപ്പോൾ ഞങ്ങളടുത്തേക്ക് വരട്ടെ, അപ്പോൾ മീൻ പിടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞവരൊക്കെ ഈ ദിവസം മകരവിളക്ക് ദിവസം ആണ് നോക്കിയിരുന്നത്. അവിടെ BJPയും നിങ്ങളും പുറത്തായി, സർക്കാർ അവിടെ നിൽക്കുന്നു, നിയമം ജയിച്ചിരിക്കുന്നു, വിശ്വാസികളും ഭക്തരും അയ്യപ്പ വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്നാണോ പറയേണ്ടി വരുന്നത്? ഇന്ന് എത്ര യുവതികൾ കയറി അങ്ങോട്ട്? എത്ര യുവതികൾ ഈ 10ന്റെ 50ന്റെ ഇടയിലുള്ള? അങ്ങനെ ആരും നോക്കിയില്ല, ഭക്തരായിരുന്നു എല്ലാവരും. ചിലപ്പോ കുറെ പേര് കയറിയിട്ടുണ്ടാകും. അവിടെ വരുന്നവരുടെ പ്രായം നോക്കിയില്ല, ലിംഗം നോക്കിയില്ല, ആരും. എല്ലാവരും അയ്യപ്പനെ മാത്രം നോക്കി, എല്ലാവരും ആ മകരജ്യോതിയിലേക്ക് മാത്രം നോക്കി. മനസ്സിലത് മാത്രം. വരുന്ന ലിംഗം ഏത്, വരുന്ന പ്രായം ഏത്, ഇതൊന്നും ആരും നോക്കിയില്ല സർ. അതാണ് സത്യം. ഇന്ന് ആരും നോക്കി അല്ല, ഭക്തർ എന്ന് പറയുന്നത് പിന്നെ ആരാണെന്നുള്ളത് കാര്യവും അത് ഗവൺമെന്റിന്റെ അനുയായികളാണെന്ന് ധരിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ ആരും പറഞ്ഞില്ല. അങ്ങനെ ആരും പറഞ്ഞില്ല. അതിൽ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു, അത് CPM-കാരുണ്ടായിരുന്നു, ഒന്നും പെടാത്തവരുണ്ടായിരുന്നു. എല്ലാ ആളുകളുണ്ട്. ഭക്തർ എന്ന് പറഞ്ഞ എല്ലാവരും ഉണ്ട്. ഭക്തർ ഇത് ഇവിടെ ഗവൺമെന്റ് ശ്രമിച്ചത് ഈ പറഞ്ഞ 10 to 50 കയറ്റണം എന്നുള്ള ഒരു വാശിയായിരുന്നു. അത് ഇന്നൊന്നും നടന്നിട്ടില്ല. ഇന്ന് സാധാരണ ഭക്തന്മാർ സാധാരണ പോലെ കയറിയിട്ടുണ്ട്. ഗവൺമെന്റ് വാശിയില്ലാത്ത കാര്യം ഗവൺമെന്റ് മേൽ വെച്ച് കെട്ടണ്ട. അവിടെ ആർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് പോകാം, താല്പര്യമില്ലാത്തവർക്ക് പോകാതിരിക്കാം. താല്പര്യമുള്ളവരെ കല്ലെറിയാനും അവരെ ചീത്ത വിളിക്കാനും ആരെങ്കിലും ശ്രമിച്ചാൽ സമ്മതിക്കില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ ഗവൺമെന്റ് വരെ പ്രത്യേക ഒരു വാശിയുമില്ല. അവിടെ ആളെ കൊണ്ടുപോകുന്ന പണിയൊന്നും ഏജൻസി ഒന്നും ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുമില്ല. എന്തായാലും ശബരിമലയെ സുവർണാവസര ഭൂമിയാക്കി മാറ്റാൻ ശ്രമിച്ചവർക്ക് തിരിച്ചടി നൽകി ഭക്തർ ഇന്ന് ശബരിമലയെ കീഴടക്കി. ഭക്തർ, വിശ്വാസികൾ സ്വതന്ത്രമായി തന്നെ ഇന്ന് വലിയ ആശ്വാസത്തോടു കൂടി തന്നെ മകരജ്യോതി കണ്ട് മലയിറങ്ങുന്ന അവസ്ഥയും ഉണ്ടായി. ഈ ശാന്തത ഇപ്പോൾ കേരളത്തിന് തന്ന എല്ലാ വിശ്വാസികൾക്കും മുമ്പിൽ നമിക്കേണ്ടി വരുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സുവർണാവസരം കൊയ്യാൻ ശ്രമിക്കുന്നവർക്ക് ഈ വിശ്വാസികൾ തന്നെ മറുപടി കൊടുക്കും എന്നും പ്രതീക്ഷിക്കാം. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ ആനത്തലവട്ടം അനന്തൻ, ശ്രീ PM സുരേഷ് ബാബു, ശ്രീ മധുസൂദനൻ.